Welcome everyone to 90 plus double power tuition, the world's first learning assurance model. Before we start today's session, let me explain how our model works. This system is specially designed to help you to understand clearly and scoring high marks. On day one, we will learn the concept in a highly interactive way. In this session, you guys can ask your questions clearly and clear all your doubts and actively participate. My goal is to make sure that you guys understand the topic completely. On day two, we will take the subject again, but there will be a workout session. In that session, I will ask you questions, make you to write answers to ensure that you guys study properly. This will improve your memory, writing practice, and exam confidence. So, hi everyone. Hi. Yes. So today you will be having a workout session. Hi Rihanna. Hi Ryan. I don't know why. Yes, Ryan. Just give me a minute. I'm going to turn on your. I'm going to unmute you. Just give me a minute. Yes. Miss, ഇന്ന് റിട്ടേൺ എക്സാം ഇല്ലേ? ഇന്ന് റിട്ടേൺ എക്സാം ഇല്ല. കോൺസെപ്റ്റ് 3-ക്കാണ് റിട്ടേൺ എക്സാം ഉള്ളത്. ഓക്കെ. ഇന്ന് കോൺസെപ്റ്റ് 2 ആ? കോൺസെപ്റ്റ് 2-ന്റെ വർക്ക്ഔട്ട് സെഷൻ അല്ലേ. ടുഡേ വിൽ ബി ഹാവിംഗ് ഓൺലി വർക്ക്ഔട്ട്സ്. ഓക്കെ. ഓക്കെ മാം. ഞാൻ തരും. സോ നിങ്ങൾ എന്ത് ചെയ്യാ? പഠിച്ചോ? പഠിച്ചു. കൊറേ പഠിച്ചായിരുന്നു. ഈ കൺസ്ട്രക്ഷൻ എനിക്കറിയാം. കൺസ്ട്രക്ഷൻ അറിയാം. ബാക്കി എന്താ അറിയാത്തപ്പോ? ബാക്കിയല്ല, എനിക്കെല്ലാം അറിയാം. എനിക്ക് ലൈക്ക് ഇന്നലെ പഠിച്ചതെല്ലാം അറിയാം. ഇന്നലെ പഠിച്ചതെല്ലാം അറിയാം. ഓക്കെ. യെസ്. എക്സാം ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം യു ആർ അൺമ്യൂട്ട് അഗൈൻ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് 9 out of 10 കിട്ടി. യെസ്, കണ്ടായിരുന്നു. യെസ്, നല്ലതായിരുന്നു. പിന്നെ വർക്ക്ഔട്ട് സെഷനിൽ മനസ്സിലായല്ലോ അല്ലെ എവിടെയാ മിസ്റ്റേക്ക് വന്നേന്നുള്ളത്? ഓക്കെ ആദിത്യ വിനോദ്, യു ആർ നോട്ട് പ്രസന്റ്. ഓക്കെ റൈൻ. യെസ്, ആദിത്യ വിനോദ് ഉണ്ടായിരുന്നില്ല. വൈ ആർ യു നോട്ട് ദേർ? എന്താ ലീവ് എടുത്തേ? റിഹാന, ഋഷിക ഹായ്. അദിബ്യ ഹായ്. ആദിലക്ഷ്മി, ഹൃഷികേഷ്. യെസ്. സോ ഇന്നലത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ഹായ് അഭിമന്യു. യെസ്, ഞാൻ റയാന്റെ അടുത്ത് മാത്രമല്ല എല്ലാവരോടും ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. റയാൻ പറഞ്ഞു ഇറ്റ് വാസ് ഗുഡ്. വാട്ട് അബൌട്ട് അതേഴ്സ്? അഭിമന്യു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആഹിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ശ്രീരുദ്ര യെസ്, ഗുഡ്. ഓക്കെ. സോ റിസൾട്ട്സ് നോക്കിയായിരുന്നു. നവദീപ്, ആദിലക്ഷ്മി, ശ്രീരുദ്ര, ദെൻ അദിബ്യ, ഫറിയ, അസീസ് ആൻഡ് ആഹിൽ who got 10 out of 10. പിന്നെ കുറെ പേർക്ക് 9 out of 10 കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ റയാൻ, പിന്നെ റയാൻ ജോർജിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അന്ന എൽദോസിന് 8 out of 10. അങ്ങനെ കുറെ. നയന, അൻവിത ആൻഡ് നെക്സ്റ്റ് അൻവിത, ഫിദ, ഇവർക്കൊക്കെ എന്താ 9 out of 10 കിട്ടിയിട്ടുണ്ട്. യെസ് ശ്രീബാല. സോ 9 out of 10 കിട്ടിയിട്ടുണ്ട്. സോ 10 out of 10 കിട്ടിയതും 9 out of 10 കിട്ടിയതും 8 out of 10 കിട്ടിയതും ഒക്കെ ഗുഡ് മാർക്സ് ആണ്. ബട്ട് 10 out of 10 വെരി ഗുഡ്. ആണല്ലോ കിട്ടിയത്. ആണോ? ശ്രീബാല, ശ്രീരുദ്രയാണത്, ശ്രീബാലയല്ല. ഓക്കെ, ശ്രീരുദ്രക്കാണ് 10 out of 10. ഓക്കെ. യെസ്. സോ എന്ത് ചെയ്യാ? കൺഗ്രാറ്റുലേഷൻ സ്റ്റുഡൻസ്, വെരി ഗുഡ്. കീപ് ഗോയിങ് ലൈക്ക് ദിസ്. ഓക്കെ. ആൻഡ് കുറച്ച് പിള്ളേർക്ക് മാത്രമാണ് കുറച്ചൊരു കുറവ് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരൊരിക്കലും ഇനി എന്ത് ചെയ്യുക, സങ്കടപ്പെടരുത് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്ത് ചെയ്യാം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഇന്ന് നമ്മുടെ വർക്ക്ഔട്ട് സെഷൻ ആണ്. ആൻഡ് നമുക്ക് ഇനി എന്തുണ്ടാവും, നെക്സ്റ്റ് ഡേയ്സിൽ ഡേ 3 കോൺസെപ്റ്റ് ആൻഡ് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ അതിന് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ച് നല്ല സ്കോർ വാങ്ങിക്കുക. ഓക്കെ. എല്ലാവർക്കും ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നിങ്ങൾ എന്താണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്? ക്വാഡ്രിലാറ്ററൽ എന്റെ പേര് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടി, എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുക, പിന്നെ അതിന്റെ ആംഗിൾസ്, ഒരു ആംഗിൾ തന്നാൽ നെക്സ്റ്റ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഇന്നലെ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? 2 ക്വാഡ്രിലാറ്ററൽസിന്റെ കേസ് ആയിരുന്നു ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡു യു റിമെമ്പർ ഏതൊക്കെയായിരുന്നു ക്വാഡ്രിലാറ്ററൽ എന്ന് ഓർമ്മയുണ്ടോ? ഋഷികേഷ്, റിഹാന, ഓർമ്മയുണ്ടോ? ഓക്കെ ശ്രീരുദ്ര. യെസ്. ഇന്നലെ എന്തൊക്കെയാ പഠിച്ചേ അഭിമന്യു? വെരി ഗുഡ്. റോംബസ് ആൻഡ് പാരലലോഗ്രാം. റോംബസ് പഠിച്ചു, പാരലലോഗ്രാം പഠിച്ചു. വെരി ഗുഡ്. കറക്റ്റ്. വെരി ഗുഡ്. ഓർമ്മയുണ്ടല്ലേ? പഠിച്ചു. വെരി ഗുഡ്. യെസ്. സോ ഇന്ന് നമ്മളുടെ വർക്ക്ഔട്ട് സെഷൻ ആണ്. സോ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സ്ലൈഡ് കാണിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. എന്നിട്ട് ഞാൻ പേര് വിളിക്കുന്നവർ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ബാക്കിയുള്ളവരുടെ അടുത്ത് ആൻസർ ചെയ്യേണ്ടെന്നല്ല, അവരെന്ത് ചെയ്യുക, ചാറ്റ് ത്രൂ ആൻസർ ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ദെൻ വി വിൽ മൂവ് ഫോർദർ ലൈക്ക്.
like that. Okay, shall we start, students? Are you ready? Shall we start our workout session? Yes. Start ചെയ്യല്ലേ? എല്ലാരും ready ആണോ? അദിപ്യ പഠിച്ചില്ലേ? Yes. Okay. Yes, Abhimanyu, why are you raising your hand again? അറിയാതെ വന്നതാണോ? എന്താണ് അഭിമന്യു? Yes. Yes. Okay, 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 Srirudra. Okay. Yes. ഋഷിക പഠിച്ചില്ലേ? ആഹിൽ വെരി ഗുഡ്, കൺഗ്രാജുലേറ്റ്, വെരി ഗുഡ്, യു ഗോട്ട് 10 out of 10. പഠിച്ചല്ലോ അല്ലെ? കിയോൺ പഠിച്ചില്ലേ? പ്രിൻസ് പഠിച്ചില്ലേ? ഫിദ? യെസ്. സോ ഐ എം ഗോയിങ് ടു ഷെയർ യു ദ സ്ക്രീൻ, ജസ്റ്റ് ഗിവ് മീ. ഓക്കെ. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്? എല്ലാവരും പഠിച്ചു എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മളുടെ വർക്ക്ഔട്ട് സെഷൻ. സോ ഡേറ്റ്. This is your first question. Find the remaining angles of the in the following quadrilaterals. ഇവിടെ 4 quadrilaterals തന്നിട്ടുണ്ട്, as you guys can see. അല്ലേ? 4 quadrilaterals are there and you have to find. എല്ലാത്തിലും ഓരോരോ angles ആണ് തന്നിരിക്കുന്നത്. You have to find the other angles. Okay. You will be having ഈ 4 questions ചെയ്യാൻ വേണ്ടിയിട്ട് you will be having 6 minutes. അത്രേ വേണ്ടുള്ളൂ. 6 minutes തരുന്നുണ്ട്. After that, we'll discuss. Okay? Yes. Start ചെയ്തോളൂ. ശ്രദ്ധിച്ച് ചെയ്യാ, ഏതാണ് പ്രോപ്പർട്ടി എന്ന് ഓർക്കുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ. യെസ്, ഡു ഇറ്റ്. Once you guys done, you have to tell me through the chat. Done. Okay. Yes. Okay. Fine, Srirudra. That's okay. That's okay. Kion, could you please turn on your camera? Hrishikesh, camera on. See, Pranav, Jewel, Aditya Vinod. Okay. Yes. Rihana, Sribala, Abhinand, Adya, Jewel, turn on your camera, students. Abhinand, turn on your camera. Prakriti ഒന്നും സ്ഥിരം camera on ചെയ്യാത്ത ആളാണ്. Turn on your camera, students. Ardra, camera on ചെയ്തേ. Camera turn on ചെയ്തേ. Yes. Do it fast, students. Once you guys done, you have to tell me through the chat. Once done, then we will discuss this problem. Okay? Yes. You will be having 6 minutes only. Okay? Okay, Jill. Once you guys done, you have to tell me through the chat, then we will discuss this. Okay? Hi, Leon. Yes, tell me. Ma'am, I joined now, so can you explain this question one more time? So what we have to do? You have to find the remaining angles of the quadrilateral. Here it is given that 4 quadrilaterals are given and each of contains only 1 degrees is there. You have to find the other remaining degrees. Okay? Yes. Okay. Yes, do it. Yes, Prince, tell me. Ma'am, can I take 5 minutes? My parents is going to village, so I want to help them. Okay. But come fast, okay? So now we'll discuss the home because we can't wait. That's why. Okay.
So students, once you guys done, you have to tell me through the chat. Okay. Okay, Rihanna. Okay, okay. Okay, Ryan. Yes. Very good. Okay. Okay, Leon, your answer is correct. Abhimanyu, are you there? Abhimanyu, are you there? Could you please raise your hand? Yes. So first thing answer on the പറഞ്ഞേ. പക്ഷേ ഫസ്റ്റിലത്തെ പി അല്ലേ, പിന്റെ ആ എ ഇല്ലേ, തന്നിട്ടുണ്ട് 40 അല്ലേ? ബാക്കി A കണ്ടുപിടിക്കുക. എ ഇപ്പം 40. ആ ഗുഡ്. കാരണം എന്താ? വാട്ട് ഇസ് ദ റീസൺ? ഓപ്പോസിറ്റ് ആംഗിളും 40 ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിളും 40 ആണ്. 40 ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്, Yes. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ആർ ആൻഡ് ഇ? 6 140 ആയി. കണ്ടീഷൻ? 180 minus 40. Yes. Since adjacent angles are 180, so 180 minus 40, that is equal to 140. Okay, good. 140. അപ്പൊ E എന്തായിരിക്കും? ഇയും 140 ആണ്. Correct. Very good. Very good. Thank you. Yes. Pranav Krishna, could you please turn on your camera and raise your hand? Could you please raise your hand? Pranav. Yes. Second question പറഞ്ഞേ. ഈ ഭാഗത്ത് Yes, ഈ second. PQRS. ഈ PQRS ഇത് ഓൾറെഡി കഴിഞ്ഞതാണല്ലോ. ഇനി ഈ PQRS ഇത് this one. മാം 6 വരിക ആ 6 വരിക 110. 110. Condition? What is the condition? How we get this answer? What is the condition? ബോത്ത് ഒരു സൈഡിൽ ഈക്വൽ ആണെങ്കിൽ ബോത്ത് സൈഡും ഈക്വൽ ആയിരിക്കും. Opposite angles are equal. അതാണ് condition. Okay, very good. Now S എന്താ? S ഉം Q. What is S and Q? 40 മാം 40 ഡിഗ്രി ആണോ? ആണോ? എങ്ങനെയാ പറഞ്ഞേ? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? അല്ല ഗസ് അടിച്ചു. അഭിമന്യു ആൻസർ പറയാനാണെങ്കിൽ വേണ്ട ഒരു റഷ് ചാൻസ് തന്നിരിക്കുന്നു. ഇനിയില്ല. ഇനി ഫ്രണ്ട്സ് അത് കഴിഞ്ഞിട്ട്. മാം അത് കിട്ടുന്നില്ല. ഓക്കെ, കിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ. നമ്മൾ ഇന്നലെ കുറെ കണ്ടീഷൻ പാരലോഗ്രാമിന്റെ പഠിച്ചായിരുന്നല്ലോ. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞേ. ലിയോൺ, ഐ വിൽ കം ടു യു. യെസ്, പറഞ്ഞേ. എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മ കിട്ടുന്നില്ല. Srinanda, could you please turn on your, raise your hand? Srinanda. Srinandana K. Srinandana K. Could you please raise your hand? Srinandana. Srinandana, are you there? Srinandana, are you there? Jagannath, are you there? Could you please raise your hand? Jagannath, are you there? Jagannath, are you there, Jagannath? Jagannath. Sribala. Sribala, could you please raise your hand? Jagannath is there. Okay. Jagannath. Ma'am. Yes. Jagannath, find the answer. Yes. S എത്രയാ? 70. Condition? 180 minus 110. 180 minus 110, since they are adjacent angles, right? So Yes. S 70 ആണെങ്കിൽ Q എന്തായിരിക്കും? Also 70. 70. Very good. Correct. Next. Ryan. Next. മാം, ഞാൻ ഓർത്ത് ഫസ്റ്റ് വൺ ചെയ്ത് തീർക്കാനാണ്. ഞാൻ തേർഡ് വൺ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അത് കാരണം ഞാൻ തേർഡും ഫോർത്തും സ്കിപ്പ് ചെയ്തു. ഞാൻ ഓർത്ത് ഫസ്റ്റ് വൺ ആയിരുന്നു ചെയ്ത് തീർക്കണ്ടായിരുന്നു. Oh,
ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഓർമ്മയുണ്ടോ റോംബസിന്റെ കണ്ടീഷൻ? ലിയോൺ, ഐ വിൽ കം ടു യു, ഐ വിൽ ഗിവ് യു ടൈം. മിസ് എനിക്ക് റോംബസിനെ പറ്റി എനിക്കറിയാം that all the sides of a rhombus are equal, but not all angles are equal, but angles are supplementary. ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. പിന്നെ എന്തെങ്കിലും അറിയാവോ? ഈ ഡയഗണൽസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡു യു റിമെമ്പർ? പ്രോപ്പർട്ടീസിൽ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു, അത് ബൈസെക്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആഹിൽ ഐ വിൽ കം. they bisect at 90 degree. They bisect at 90 degree. പിന്നെ വേറൊരു കണ്ടീഷൻ പറഞ്ഞു. They bisect what? Vertex. The corners, they bisect the angles of a rhombus. Angles of the rhombus. അപ്പൊ ഇവിടെ 30 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ എത്രയായിരിക്കും? ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈക്വലി ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പൊ ഇവിടെ 30 ആണെങ്കിൽ വാട്ട് അബൌട്ട് ദിസ്? അവിടെ 30 ഡിഗ്രി ആയിരിക്കും, which means ഇവിടെ angle V 60 ഡിഗ്രി ആണ്. Correct. So അപ്പൊ ആംഗിൾ എക്സ് 60 ഡിഗ്രിയാ ഫുൾ. കറക്റ്റ് 60 ഡിഗ്രി. ഈച്ച് കണ്ടീഷൻ 30. അപ്പൊ 60 ഡിഗ്രി 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ഈക്വൽസ് ടു 120 ഡിഗ്രി. അപ്പൊ ആംഗിൾ W 120 ഡിഗ്രി ആണ്. പിന്നെ ആംഗിൾ യു 120 ഡിഗ്രി ആണ്. റീസൺ ഓപ്പോസിറ്റ് ആംഗിൾസ്. വെരി ഗുഡ്, കറക്റ്റ്. യെസ് ആഹിൽ. യെസ്, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യും, ഡോണ്ട് വറി. യെസ്, വാട്ട് ഹാപ്പൻ? നെക്സ്റ്റിന്റെ ആൻസർ പറയാമോ? ഓ, അതായിരുന്നോ? ഓക്കെ, പറഞ്ഞു. ഇവിടെ കുറെ പേര് ഇതേപോലെ കൈപൊക്കിയിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ. എല്ലാരും വിളിക്കണ്ടേ? യെസ്, പറഞ്ഞു. I'll come to you, Leon. Just give me a minute. Yes. എല്ലാവർക്കും അപ്പൊ ഇവിടെ total 40. That bisect, when it bisect, it becomes 20-20. Correct. അങ്ങനെയാണെങ്കിൽ ഇവിടെ 20-20. അപ്പൊ ഇത് 40 ആയി. അപ്പൊ what about this? 20-20 because opposite angles are equal. Correct. What about I? Then 180 minus 40 equals 140 degree. 140 degree. So A is also 140. Students, just give me a minute. A is also 140. Opposite angles are equal. Correct. 140. ഇതും 140 ആണ്. കറക്റ്റ് ആണ്. വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്, കറക്റ്റ്. യെസ്, അഭിമന്യു എന്താണ്? ആ മൂന്നാമത്തെ ഇല്ലേ, എക്സിന്റെ അടുത്ത് ആ 60 എങ്ങനെയാ വന്ന്? അത് ഞാൻ പറഞ്ഞു തരാം, ഡിസ്കസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് ചോദിച്ചതേ ഉള്ളൂ. ഐ വിൽ ഡിസ്കസ് ഇറ്റ്, ഡോണ്ട് വറി. ഓക്കെ, യെസ്. സോ ഐ എം ഗോയിങ് ടു ഡിസ്കസ് ദിസ്. സോ നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം ഇത് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്ന്. നോക്കിയാലോ? യെസ്. സോ ഇങ്ങനെയാണ് ആൻസേഴ്സ് കിട്ടുന്നത്. വിൽ സീ ദാറ്റ്. കറക്റ്റ്. 4 പേരും കറക്റ്റ് ആൻസേഴ്സ് ആണ് പറഞ്ഞത്. വെരി ഗുഡ്. യാ, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്തായിരുന്നു? റോംബസ് ആയിരുന്നു. തന്നിരുന്നത് എന്താ? ഒരു ആംഗിള്. ഇതാണ് നമ്മളുടെ, സോറി, ഫസ്റ്റ് പാരലോഗ്രാം ആണ് തന്നത്. ആസ് വി നോ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഇത് 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? PQR PERA ആണ്, റൈറ്റ്? അപ്പോ ഇത് 40 ആണെങ്കിൽ ആസ് വി നോ ദാറ്റ് കണ്ടീഷൻ എന്താ? 2 കണ്ടീഷൻസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഫസ്റ്റ് കണ്ടീഷൻ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ പി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. ആംഗിൾ പിയും ആംഗിൾ ആറും എന്താണ്? ഈക്വൽ ആണ്. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട്. ഓക്കെ, ഹു ഇസ് ഇൻ ദ ചാറ്റ്? വെരി ഗുഡ്. യെസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് ഓൾസോ. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സോ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് വേർഡ് angle R is equal to 40 degree. So angle R എന്തായി? 40 degree. Sorry, 40 degree ആയി. Yes. ഇനി adjacent angles എന്ന് പറയുന്നത് supplementary ആണ്. What is supplementary means? 180 degree അല്ലെ? നെക്സ്റ്റ് കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? adjacent angles are supplementary. Adjacent angles are ഇത് നോട്ട് ചെയ്ത് വെക്കണേ. adjacent angles are supplementary. നിങ്ങൾ പകുതി എഴുതിയിട്ടുള്ളൂ വെച്ചാൽ അഡീഷണൽ പോയിന്റ്സ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു നോട്ട് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, സോ അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി മീൻസ് എന്താ? 180 ഡിഗ്രി. ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒന്ന് ഇഷ്ടമുള്ളത് എടുക്കാം. ആംഗിൾ പി എടുത്തു. ആംഗിൾ ആർ എന്ന് പറയുന്നത് 40 ആണ്. പ്ലസ് ആംഗിൾ എ എന്ന് പറയുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. സോ നമുക്ക് ആംഗിൾ ആർ ഓൾറെഡി എത്ര തന്നിട്ടുണ്ട്? 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്.
പ്ലസ് ആംഗിൾ എ എന്ന് പറയുമ്പോൾ എന്താ വരിക 180 ഡിഗ്രി. സോ അവിടെ നിന്ന് എന്ത് കിട്ടും? ആംഗിൾ എ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 140 ഡിഗ്രി, സോറി 40 ഡിഗ്രി. That will get as 140 degree. So അവിടെ നമുക്ക് ആംഗിൾ എ 40 ഡിഗ്രി കിട്ടി, ആംഗിൾ എ 140 ഡിഗ്രി കിട്ടി. സിമിലർലി എന്ത് പറയാൻ പറ്റും? ആംഗിൾ ഇ ഫൈൻഡ് ചെയ്യണം. കണ്ടീഷൻ എന്താ? ആംഗിൾ ഇ എന്ന് പറയുന്നത് ആംഗിൾ എക്ക് ഈക്വൽ ആണ്. കണ്ടീഷൻ എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. They are opposite angles. So we can say what? Opposite angles ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ ഇ is also equal to 140 degree. ഇത് ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ക്ലിയർ ആണോ സ്റ്റുഡൻസ്? Is that clear? ആർക്കെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? No, ma'am. Okay. Is that clear? ചാറ്റിൽ വന്നേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay. Okay, നവദീപ്. Yes. നവദീപ് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിൽ, വേറെ ആരും ഇല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എഗെയിൻ ഒരു പാരലലോഗ്രാം തന്നെയായിരുന്നു. യെസ് ആഹിൽ, എന്താ ഡൗട്ട്? എനിക്കൊരു ഡൗട്ട്. നമ്മൾ 180 മൈനസ് ചെയ്യുന്നതുകൊണ്ടാ? ആംഗിൾസ് സപ്ലിമെന്ററി ചെയ്തുകൊണ്ട്. സപ്ലിമെന്ററി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് തമ്മിൽ, അഡ്ജസന്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരും. ഓക്കെ. അപ്പം സപ്ലിമെന്ററി അല്ലെങ്കിലോ? സപ്ലിമെന്ററി അല്ലെങ്കിൽ 180 ആയിരിക്കില്ല. ക്വാഡ്രിലാറ്ററലിന്റെ കണ്ടീഷൻ അങ്ങനെയാണ്. ഓക്കെ. യെസ്. അഭിമന്യുവിന് എന്താ ഡൗട്ട്? ഫസ്റ്റ് യെസ്, നോട്ട് ഇറ്റ്. ഇത് വർക്ക്ഔട്ട് സെഷൻ ആണ്. ഓക്കെ. യെസ്. ഓക്കെ 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 ഓക്കെ. വൺ മോർ ടൈം പറയാൻ പറയുന്നുണ്ട് പ്രിൻസ്, ശ്രദ്ധിക്കുക. ABC. യെസ് ലിയോൺ. What happened? Leon, could you please turn on your camera? Yes, Leon. I don't know why I'm not able to unmute you. I don't know why this is happening. Yes, now you can say. Yes, what happened, Leon? Ma'am, Yes. ma'am, എന്താ പറയുക മാം, സെക്കൻഡ് ഫിഗർ അല്ലേ, സെക്കൻഡ് Yes. സ്ലൈഡ് ആണെങ്കിൽ അത് ഇച്ചിരി ടിൽറ്റഡ് ആയിരുന്നു. ഏത്? ഇതോ? ഇപ്പൊ ഞാൻ എഴുതുന്നതോ? ഇതിലെന്ന് പറയുമ്പോ അല്ല, ഇതെന്ന് പറയുമ്പോ ഇത് 40 അല്ലേ ഞാൻ ചെയ്തെന്ന് പറയുമ്പോ. ഒരു സ്ഥലത്ത് 180 കിട്ടാൻ വേണ്ടി ഞാൻ 40 180 മൈനസ് 40 എന്നാ ചെയ്ത്. 40 എന്നാ ചെയ്തേ. അത് അങ്ങനെ തന്നെയാണല്ലോ ഞാനും ചെയ്തത്. ചെയ്ത കറക്റ്റ് ആണ്. ഞാൻ കണ്ടില്ല, ഇത് മേളിലോട്ടായിരിക്കും. Okay, okay, okay. Yes. Yes, I will explain this once more, friends. Yes, ശ്രദ്ധിച്ചേ. നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. പാരലലോഗ്രാം ഇസ് എ ക്വാഡ്രിലാറ്ററൽ ആൻഡ് എന്താ പി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ദ റിമൈനിങ് ആംഗിൾ. സോ നമുക്ക് എന്താ അറിയാം? ഓപ്പോസിറ്റ് ആംഗിൾസ്. ഐ വിൽ കം. വാട്ട് ഹാപ്പൻ റയാൻ? വാട്ട് ഹാപ്പൻ? വാട്ട് ഹാപ്പൻ? അതെ, ഞാൻ ഇങ്ങനെ വെറുതെ കൈ വെച്ച് ഇതായിരുന്നു. അത് ശരി, ഞാൻ കാര്യമായിട്ട് എന്തോ പറയാൻ വരെ വിചാരിച്ചു. ഓക്കെ. സോ എന്താ 140 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ പി 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. സോ ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആണ്. സോ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. യെസ്, നമുക്കത് പറയാൻ പറ്റുന്നതാണ്. സിമിലർലി ആംഗിൾസ്, അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. ദാറ്റ് ഇസ് 180 ഡിഗ്രി. സോ ആംഗിൾ ആർ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. സോ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ആംഗിൾ എയും ആറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. സിൻസ് ദേ ആർ സപ്ലിമെന്ററി. So 180 degree കിട്ടും. Also we know that R is equal to 40 degree. So നമ്മൾ എന്ത് ചെയ്യുന്നു? 180 നിന്നും 40 subtract ചെയ്യുമ്പോൾ we'll get 140. So angle A is equal to 140. Okay, friends. Angle A യും angle E യും എന്ന് പറയുന്നത് opposite angles ആയതുകൊണ്ട് angle E is equal to what? 140 degree. Is that clear? Yes. Now next question ഒന്ന് നോക്കിയേ. Similar way ആണ്. ഇപ്പൊ നമ്മൾ എന്താണോ ഇവിടെ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ നെക്സ്റ്റിലും ചെയ്യുന്നത്. Same condition. Okay. സെയിം കണ്ടീഷൻ ആണ്. നെക്സ്റ്റ് എന്താ? ഇവിടെ 110 തന്നിട്ടുണ്ട് അല്ലേ? PQRS. യെസ്, 110 തന്നിട്ടുണ്ട്. സോ P 110 ആണെങ്കിൽ R എന്തായിരിക്കും? 110 ആയിരിക്കും. കണ്ടീഷൻ എന്താ? ആംഗിൾ P is equal to ആംഗിൾ R since they are condition 110 since they are opposite angles. Opposite ആണ്. Opposite angles are equal എന്നുള്ള കണ്ടീഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. Opposite angles are equal. Yes. Next എന്താ?
സപ്ലിമെന്ററി ആണ്. ഓപ്പോസിറ്റ് അഡ്ജസന്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. സോ ആ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അഡ്ജസന്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. യെസ് opposite angles are adjacent angles are supplementary. So നമുക്ക് എന്ത് പറയാൻ പറ്റും? Supplementary means 180 degree. Okay. Supplementary means 180 degree. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? Angle R plus angle S is equal to 180 degree. As we know, angle R is equal to 110 plus angle S. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 180 degree. That is equal to angle S is equal to 180 degree minus 110 degree. So നമുക്ക് അവിടെ നിന്ന് കിട്ടി? 70 degree കിട്ടി. So angle S എന്ന് പറയുന്നത് 70 degree കിട്ടി. So 70 degree കിട്ടി. അങ്ങനെയാണെങ്കിൽ angle Q എന്തായിരിക്കും? Since S and Q are opposite angles, so we can say it as angle Q is equal to 70 degree. Angle Q 70 degree കിട്ടി. കാരണം എന്താ? Angle S is equal to angle Q ആണ്. Since they are opposite. Clear? Clear ആണല്ലോ? Doubt ഇല്ലല്ലോ? Yes. Okay. So next നോക്കി, തേർഡ് എന്തായിരുന്നു? റോംബസ് ആയിരുന്നു. കുറെ പേർക്ക് ഡൗട്ട് വന്നത് റോംബസിലായിരുന്നു. UV W UV W X. Okay. റോംബസ് ആണ്. റോംബസിന്റെ കണ്ടീഷൻസ് ആണ്. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കണം. നന്നായിട്ട് ഓർത്ത് വെച്ചില്ലെങ്കിൽ പണി കിട്ടും. റോംബസ് ആണ് സാധനം. യെസ്. UV V W X. ഇങ്ങനെയായിരുന്നല്ലോ തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. തന്നിരുന്നത് എന്തായിരുന്നു? ഇവിടെ 20 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ 20 ആണ്. യെസ് ലിയോൺ. മാം 2 ഡയഗണൽ ഇല്ല. ഓ ഓക്കെ. യെസ്, 2 ഡയഗണൽ ഉണ്ടായിരുന്നില്ല. ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ഇവിടെ 20 ആണെങ്കിൽ as we know what opposite conditions ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ്. ഡയഗണൽ, സിൻസ് as the property of rhombus we know that what diagonals bisect vertex angle. Bisects vertex angle. Vertex angle. വെർട്ടെക്സിന്റെ ആംഗിൾസിനെ ആര് ബൈസെക്ട് ചെയ്യുന്നു? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? തന്നിരിക്കുന്നത് എന്താ? ഇത് 20 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ we can say it as ഇവിടെയും എന്തായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. റൈറ്റ്? അത് മനസ്സിലായോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ ഇവിടെ x എത്രയായിരിക്കും? That is also equal to 20. Right? 20 ആയിരുന്നല്ലേ? ഓ 30 ആയിരുന്നല്ലേ അത്? ഓക്കെ ഓക്കെ, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇത് 30 ആണ്. അപ്പൊ ഇതും 30 ആയിരിക്കും. സോ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്തായിരുന്നു? ഇത് 30 ആണെങ്കിൽ ഇതും 30. സോ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? സിൻസ് എന്താണ് അടുത്ത കണ്ടീഷൻ വരുന്നത്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട്, സിൻസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, സോ ഇവിടുന്ന് എന്ത് കിട്ടി? ആംഗിൾ V is equal to 60 ഡിഗ്രി കിട്ടി. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് adjacent angles, opposite angles are equal ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ V is equal to ആംഗിൾ X ആണ്. That is equal to 60 ഡിഗ്രി. ക്ലിയർ ആണോ? സോ ഇവിടെ എന്തായി? 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 അല്ലേ? That is 60 ഡിഗ്രി. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? adjacent angles are supplementary. Adjacent angles are 90 ഡിഗ്രി. 90 അല്ല, 180. Adjacent angles, I'll come to you, Abhimanyu. Adjacent angles are 180 ഡിഗ്രി ആണല്ലോ. 180 ഡിഗ്രി ആണ്. സോ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ആംഗിൾ എക്സ് ആൻഡ് ആംഗിൾ ഡബ്ല്യു എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. റൈറ്റ്? 180 ഡിഗ്രി കിട്ടണം. 180 ഡിഗ്രി കിട്ടണം. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഓൾറെഡി 60 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. പ്ലസ് ആംഗിൾ ഡബ്ല്യു എന്ന് പറയുന്നത് ഈക്വൽ ടു തന്നിട്ടില്ല, ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആംഗിൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി. സോ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? ആംഗിൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി. ക്ലിയർ ആണോ? സോ ആംഗിൾ ഡബ്ല്യു എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്പോസിറ്റ് ആണ്, ഇന്റീരിയർ ആംഗിൾസ് ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ നിന്ന് ആംഗിൾ ഡബ്ല്യു ആൻഡ് ആംഗിൾ യു ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ദേ ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. Opposite angles, so we can say that what angle W is equal to 120 degree. Is that clear, students? മനസ്സിലാവുന്നുണ്ടോ? ഇത് 120 degree ആണ്. Is that clear? Yes. Yes, Leon, what is your doubt? മാം എന്താ പറയുന്നത്? ഇവിടെ ഇപ്പം ആംഗിൾ 30 അല്ലേ ഇവിടെ? ഇവിടെ ആംഗിൾ 30 ആണെങ്കിൽ ഇപ്പം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആയിട്ടാണ് ഞാൻ ഇവിടെ 30 ഇട്ടത്. അപ്പൊ ഇവിടെ കിട്ടും.
അപ്പൊ ഇവിടെ ഇങ്ങനെ 30 കിട്ടിയത് ഇവിടെ എവിടെ ചിലപ്പോ ഈ ആംഗിൾ 30 ആദ്യം ഒറിജിനൽ സൈഡിൽ എഴുതിയില്ലേ അത് ഞാൻ കഴിഞ്ഞിട്ട് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, ഞാൻ അവിടെ ഒരു കണ്ടിന്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, സിൻസ് ആംഗിൾസ് ഡയഗണൽസ് ഓഫ് ദ ആംഗിൾസ് ബൈസെക്ട് ഈച്ച് ആംഗിൾസ്, ബൈസെക്ടിന്റെ കണ്ടീഷൻ എന്താ? ഈക്വലി 2 ആക്കുന്നു. ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. ഓക്കെ, ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. അതുകൊണ്ടാണ് നമുക്ക് അവിടെ 30 എന്ന് കിട്ടിയത്. ക്ലിയർ? മനസ്സിലായോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്. ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോപ്പർട്ടീസ് റിവൈസ് ചെയ്യണം. യെസ്, അഭിമന്യുവിന് എന്താ ഡൗട്ട്? ഇപ്പം നേരത്തെ കാണിച്ചത് ഈ ആംഗിൾ എക്സിന്റെ അകത്തെ 2 30 ഡിഗ്രിയും കൂടെ പ്ലസ് ചെയ്തിട്ടാണോ 60 ഡിഗ്രി എഴുതിയത്? അതെ, ആണ്. അതെ, യെസ്. ഓക്കെ അല്ലേ? ഓക്കെ. യെസ്. ഋഷികേഷ്, അതെന്താണ് വ്യത്യാസം, എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. സൈഡ്സ് നോക്കി, പാരലലോഗ്രാമും റോംബസും തമ്മിലുള്ള വ്യത്യാസം എന്താ? സൈഡ്സ്. ഋഷികേഷ് എവിടെ? ഋഷികേഷ്, could you please raise your hand? Yes. യെസ്, ഇത് നോക്കിയേ, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ അല്ലെ? ഇവിടെ എന്താ? 4 സൈഡും ഈക്വൽ ആണ്, റൈറ്റ്? Oh, ma'am, if that line is given like that, it means that equal. All the angles are equal. Yes, The yes, sides. equal. Yes. Okay. Okay. He thought that You thought the? I thought that this was parallelogram at first. I did not notice that lines. Okay. Now is it clear, right? Yes, ma'am. Okay. Very good. Yes. Similarly, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? യെസ്. Now, fourth question നോക്കിയേ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, ഇങ്ങനെയായിരുന്നു വിചാരിക്കുക. ലെറ്റ് മീ ചെക്ക് ദ ഫിഗർ. യെസ്. ഹൂസ് ദാറ്റ്? ആരാണത് ഹാൻഡ് റൈസ് ചെയ്തത്? ലൈക്ക് ദാറ്റ്. ആൻഡ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത് എന്താ? ഇത് 20 ആണ്, റൈറ്റ്? ഇങ്ങനെയായിരുന്നില്ലേ തന്നിരുന്നത്? സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ 20 ആണെങ്കിൽ സെയിം കണ്ടീഷൻ എന്താ? ഡയഗണൽസ് ബൈസെക്ട് ആംഗിൾസ്, ബൈസെക്ട് വെർട്ടെക്സ് ആംഗിൾസ്. പ്രോപ്പർട്ടി ഡയഗണൽസ് ബൈസെക്ട്സ് ഡയഗണൽസ് ബൈസെക്ട് വെർട്ടെക്സ് ആംഗിൾ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെർട്ടെക്സിന്റെ ആംഗിൾസിനെ ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ 20 ആണ്, അങ്ങനെയാണെങ്കിൽ ഇതും എത്രയായിരിക്കും? 20 ആയിരിക്കും, റൈറ്റ്? സോ സിമിലർലി ഇത് രണ്ടും 20 ആണെങ്കിൽ സിമിലർലി ഇതും 20 ഡിഗ്രി ആയിരിക്കും, ഇതും 20 ഡിഗ്രി ആയിരിക്കും, റൈറ്റ്? നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? adjacent, right? Opposite angles are equal, and similarly, yes, we know that what? Adjacent angles are equal. Adjacent angles are supplementary. Adjacent angles are supplementary means are 180 degree. When we add it together, 180 degree. അപ്പോൾ angle O plus angle A 180 degree ആയിരിക്കും. സോ എന്ത് പറയാൻ പറ്റും? ആംഗിൾ O 40 ആണ്, പ്ലസ് ആംഗിൾ A എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി. അപ്പൊ അവിടെ നിന്ന് എന്ത് കിട്ടും? 180 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ A is equal to 180 degree minus 40 degree. So we will get the answer as 140 degree. Clear? Yes. അപ്പൊ ഇവിടെ 140 degree ആണ്. So condition എന്താ? ആംഗിൾ A and angle I opposite angles ആണ്. We know that opposite angles are equal. For rhombus, opposite angles are equal, as we know the condition. Opposite angles are equal, so we can say what? Angle I is also equal to 140 degree. Is that clear, students? Shall we move to the next question? Clear, alle? Yes. So we are moving for the next question. Is that clear? Ryan, could you please turn on your camera? Clear, Analo? Yes. Prince, is that clear? Ananya, Fida, Kion. Yes. ഒരാളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റാൾക്കാർ ആരും ആൻസർ പറയാതിരിക്കരുത്. യു ക്യാൻ സേ ഇറ്റ് ത്രൂ ദ ചാറ്റ്. ഓക്കെ, ഞാൻ ചാറ്റ് റീഡ് ചെയ്യുന്ന ആളാണ്, ചാറ്റ് എനിക്ക് കാണാം. ഓക്കെ, അവിടെ തെറ്റിച്ച് പറഞ്ഞവരെ ഞാൻ ആദ്യം പിടിക്കും. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, കൺസ്ട്രക്ഷൻ ആണ്.
Use the diagonal properties. Using the diagonal properties, construct the parallelogram whose angles are of 7 centimeter and 5 centimeter and they intersect at an angle of 140 degree. Diagonals ആണ് തന്നിരിക്കുന്നത്. അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് ഡയഗണലും ഇന്റർസെക്ട് ചെയ്യുന്നത് 140 ഡിഗ്രിയിലാണ്. സോ അതാണ് നിങ്ങളുടെ കണ്ടീഷൻ. ഓക്കെ, ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ഇനി ആരും no, you don't have a test today. Only workout is there. Okay, no test. Yes, Abhimanyu. Sorry. Yes. പറഞ്ഞുതരാമോ? ഏ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതെന്താ ഡയഗണൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് ഡയഗണൽസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഗ്രാഫ് അല്ല നമ്മുടെ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ ഡയഗണൽസ്, രണ്ട് ഡയഗണൽസ് ഉണ്ട്, രണ്ട് ഡയഗണൽസിന്റെയും ലെങ്ത് തന്നിട്ടുണ്ട്. 1 is 7 centimeter and 1 is 5 centimeter. അത് രണ്ടും Okay. ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്, അത് 140 ഡിഗ്രി ആണ്. ഇനി ആരും പറയരുത് കൺസ്ട്രക്ട് പാരലോഗ്രാം ഇന്റർസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണെന്ന്. മണ്ടത്തരമായിരിക്കും ഇത് പറയാൻ പോകുന്നത്. അങ്ങനെ പറയരുത്. കാരണം എന്താ, റോംബസ് ആണ് 90 ഡിഗ്രിയിൽ ഇന്റർസെക്ട് ചെയ്യുന്നത്, പാരലോഗ്രാം അല്ല. യെസ്. ലിയോൺ എന്തിനായിരുന്നു ഹാൻഡ് റൈസ് ചെയ്തത്? ലിയോൺ മാം ഞാനാണെങ്കിൽ ചോദിച്ചു വന്നത് എന്താ പറയുന്നത്, ഈ പ്രൊട്ടക്ടറിലല്ലേ ഈ 140 എടുക്കുന്നത്? അതെ, പ്രൊട്ടക്ടറിലാണ് 140 എടുക്കേണ്ടത്. ഓക്കെ. യെസ് യെസ് ഋഷികേഷ്, what is your doubt? Ma'am, we want to find the middle of half of that diagonals now. Yes, since So- we know that what diagonals bisect each other at the midpoint. നമ്മൾ ഇന്നലെ ഒരു പ്രൂഫ് അത് നോക്കിയായിരുന്നു. Do you remember that? 7 don't have seven don't have a perfect half now. What? 7? Why? 7 does not have perfect half. We What is want to 7 take divided by? What is 7 divided by 2? it will become 3.5. Yeah. So that is the thing. 3.5. Yeah. Okay. Using that you can do that. Okay. But for using that, first you have to draw the diagonal first. Then you have to construct the angle. Then you have to draw that another side. Okay. Then you will get the parallelogram. So do it, students. You will be having 4 minutes only. Okay. Do it. Prince, you're doing it, right? Yes. Rayani kittiyo? Kainyo? Done? Do it first. Okay. Once you guys done, you have to tell me through the chat. Ananya, done. Kion, Vida, Ahil is doing. I can see that. Kariya, you are doing, right? Okay. Tirtha is doing. Abhimanyu is doing. Rishika, where are you? Navdeep, you are doing. Yes. Anna, Adidev. Yes, Anna is there. Adidev and Aditya Vinod. Arnav, why are you not turning your camera on? Could you please turn on your camera, students? Hadya, Abhinand, Ardra, Pragardi, Rihana's time. Light is off, that's why. Shribala. Once you guys done, you have to tell me through the chat. Then we will discuss it. Okay. Okay, Arnav. Oh, tante pani ini marilla. Okay. Take rest. Okay, after the class, only you can take rest. I'm sorry for saying this, but take rest. Okay. Very good, Ryan. Finish. Yes, Leon, what happened?
Ma'am, can I say the answer of this second one? Yes, you can, but we will wait for our friends. Let them complete, and I will call you. Okay. Okay. Yes, I will call you. I will call you. Definitely, I'll call you. Yes, Ryan. Only Ryan is done. Leon, I think Leon is also done. Other students, where are others? 90 degree Abhimanyu. What is 90 degree? ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ആംഗിൾ കണ്ടുപിടിക്കാനല്ല. യു ഹാവ് ടു കൺസ്ട്രക്ട് ദാറ്റ് പാരലലോഗ്രാം. What is 90 degree Abhimanyu? What is 90? Friends, are you saying anything to me? No, right? Okay, Jyota, very good. Aditya, done? She's smiling from there. Since you are on the top, that's why I can see you. Okay, Arnav, very good. അർണവിന് വയ്യാത്തോണ്ടാ തോന്നുന്നത്, അല്ലെങ്കിൽ അർണവായിരിക്കും ഫസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തോണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടാവുക. Navdeep, Anna, done? Anna, Ildos, done? No, do it. Srinanda, what about you, done? Yes, correct. But you have to draw the diagonals. Where are the diagonals? I can't see the diagonals there. താൻ ഇന്നലെ ഞാൻ പറഞ്ഞു തന്ന സൈഡ് ആണെന്നും വിചാരിച്ചിരുന്ന് വരച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് സോ. ശ്രീനന്ദ എങ്ങനെയാ വരച്ചേ? ശ്രീനന്ദ. Yes, ma'am. യെസ്, എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്തേ? Ma'am, യെസ്, എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്തേ? Draw a line and ഡയഗണൽ 7 centimeter and use the protractor and mention the 140 degree. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. എന്തായിട്ട് എടുത്തേ 7 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ആയിട്ട്? Ma'am, Who's that? No, Srinanda. Yes, Srinanda. You can do it yourself, right? Yes, I will come to you. Yes, Srinanda, you there? Yes. എങ്ങനെയാ ചെയ്തേ? ഡയഗണൽസ് അല്ല എടുത്തത്, അത് സൈഡ് ലെങ്ത് ആയിട്ടാണോ എടുത്തത്? 7 ഉം 5 ഉം 7 ഉം 5 ഉം എന്തായിട്ട് എടുത്തേ? ശ്രീനന്ദ പറഞ്ഞേ. ശ്രീനന്ദ, എന്തായിട്ട് എടുത്തേ? സൈഡ് ആയിട്ടാണോ എടുത്തത്? ഇവിടെ ക്വസ്റ്റ്യനിൽ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഡയഗണൽ ആണത്. ഡു യു റിമെമ്പർ ദാറ്റ്? ഇവിടെ തന്നില്ലേ ഡയഗണൽസിന്റെ ലെങ്ത് ആണ് ഇത്. നമ്മൾ ഇന്നലെ ഡയഗണൽസിന്റെ ഒരു കൺസ്ട്രക്ഷൻ പഠിച്ചിരുന്നില്ലേ? യു റിമെമ്പർ ദാറ്റ്? യെസ്. അതെങ്ങനെയാ ചെയ്യാപ്പോ? സെയിം തന്നെ, പക്ഷെ ഡയഗണൽ യൂസ് ചെയ്ത് ചെയ്യണം. ഓക്കെ, സൈഡ് ലെങ്ത് അല്ല തന്നിരിക്കുന്നത്. ഇങ്ങനെ എക്സാമിന് എഴുതി തെറ്റിപ്പോയില്ലേ? യെസ്, ഡു ഇറ്റ് അഗെയിൻ. ഓക്കെ, യെസ്. ലിയോൺ. മാം, ഞാൻ ചെയ്ത് കറക്റ്റ് അറിയത്തില്ല. ആദ്യമേ ഒരു 5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്താ പറയുക, അതിന്റെ മിഡ് പോയിന്റ് 2.5 മാർക്ക് ചെയ്യുക. മിഡ് പോയിന്റ്, ഓക്കെ. എന്നിട്ട് പ്രൊട്ടാക്ടർ എടുത്തിട്ട് 140 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് 2.5 എടുക്കുക. എന്നിട്ട് പറഞ്ഞോ. എന്നിട്ട് 5 സെന്റിമീറ്റർ ലൈൻ വരച്ചിട്ട് 2.5 മാർക്ക് ചെയ്തിട്ട് പ്രൊട്ടാക്ടറിൽ 140 ഡിഗ്രി വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അല്ല, 140 എടുത്തിട്ട് എന്താ എന്നിട്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് കോമ്പസയില് 7ന്റെ പകുതി 3.5 കോമ്പസയിൽ എടുത്തിട്ട് ആർക്ക് 2 താഴെ മേളിലും വരച്ചിട്ട് അത് കൂട്ടിമുട്ടിക്കുക. അത്രേ ഉള്ളൂ. Correct. Very good. Correct. That is the correct answer. Very good. Good. Yes. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്.
പ്രിൻസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. പറഞ്ഞ ആൻസർ കറക്റ്റ് ആണോ തെറ്റാണോ എന്ന്. പ്രിൻസ്. Ma'am, യെസ്, എന്താ ക്വസ്റ്റ്യൻ വായിച്ചേ. using the diagonals properties, construct a parallelogram whose diagonals are length 7 centimeter and 5 centimeter and they are intersecting at an angle of 140 degree. അല്ലേ? അതെന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളോട് ഈ ഡയഗണലിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ആ കൺസ്ട്രക്ഷൻ, ആ പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സൈഡ് കാണാനാണോ? അപ്പൊ 7 സെന്റിമീറ്റർ ആൻസർ ആണോ? കൺസ്ട്രക്ഷൻ അല്ലേ ആൻസർ വരിക? യെസ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാന്ന് നോക്കാം, മനസ്സിലായില്ലെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പൊ മനസ്സിലായ മിസ്റ്റേക്ക്? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാതെ നിങ്ങളുടെ മാർക്ക് പോകുന്നുണ്ട്, ഇതാണ് തെറ്റ്. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ലിയോൺ പറഞ്ഞത് കറക്റ്റ് ആൻസർ ആയിരുന്നു. ഗുഡ്. റയാൻ അങ്ങനെയല്ലേ ചെയ്തേ? റയാൻ, പിന്നെ വേറെ ആരായിരുന്നു? ഒരാളും കൂടെ പറഞ്ഞിരുന്നല്ലോ. Who's done else? Yes, റയാൻ പറഞ്ഞു, പിന്നെ നമ്മുടെ നവദീപ് പറഞ്ഞു, ശ്രീകാന്ത പറഞ്ഞു, ആരവ് പറഞ്ഞു, കീർത്ത പറഞ്ഞു. വെരി ഗുഡ്. യെസ്, ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മൾ എന്തെടുത്തു? ആദ്യം 5 സെന്റിമീറ്റർ എടുക്കാം, 7 സെന്റിമീറ്റർ എടുക്കാം. ദാറ്റ്സ് യുവർ ചോയ്സ്. സോ ഞാൻ ഇവിടെ എടുക്കുന്നത് 7 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സോ 7 സെന്റിമീറ്ററിന്റെ ഞാനൊരു ആർക്ക് എടുത്തു ആൻഡ് ഇതിന്റെ മിഡ് പോയിന്റ് എടുത്തു. ലെറ്റ് ഇറ്റ് ബി AB ആണെന്ന് വെക്കുക. ആൻഡ് അതിന്റെ മിഡ് പോയിന്റ് എടുത്തു O ആണ്. ദിസ് ഇസ് 3.5 സെന്റിമീറ്റർ ആൻഡ് ദിസ് ഇസ് 3.5 സെന്റിമീറ്റർ. ഇവിടുന്ന് എന്ത് ചെയ്തു? ഇവിടെ അറ്റ് ദ പോയിന്റ് ഓല് ഞാൻ എന്ത് ചെയ്തു? നമ്മളുടെ പ്രൊട്ടാക്ടർ കൊണ്ടുവന്ന് വെച്ചിട്ട് 140 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്തു. 140 ഡിഗ്രി എവിടെയാണെന്ന് നോക്കി. എന്നിട്ട് അതിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ലൈൻ വരച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കോമ്പസില് ഇങ്ങനെയാണ് ആ ലൈൻ ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഞാൻ വരച്ചു. ഓക്കെ, എന്നിട്ട് കോമ്പസില് 5 സെന്റിമീറ്റർ ആണെങ്കിൽ മിഡ് പോയിന്റ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് എത്രയായിരിക്കും? 2.5 ആയിരിക്കും അല്ലെ? സോ 2.5 ആർക്ക് എടുത്തിട്ട് ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വരച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇവിടുന്ന് ഇങ്ങോട്ടും ഇത് ഇവിടുന്ന് ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ വരച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? ഇതിൽ കൂടെ ആ പോയിന്റ്സ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി C ആൻഡ് D ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്യുക? ജസ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത് പോവുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ, ദ റിക്വയർഡ് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് വരിക. ക്ലിയർ ആണോ പറഞ്ഞത്? കൺസ്ട്രക്ഷൻ ക്ലിയർ ആണോ? ഫസ്റ്റ് എന്ത് ചെയ്യുക? ഫസ്റ്റ് പോയിന്റ് എന്താണ്? യു ഹാവ് ടു ഡ്രോ എ ഡയഗണൽ ആൻഡ് ടേക്ക് ദ മിഡ് പോയിന്റ്. ഫ്രം ദാറ്റ് മിഡ് പോയിന്റ് യു ഹാവ് ടു construct. You are using protractor. You have to locate where the angle 140 is and draw a line which is passing through the 140 and which is passing through the point O. Then take a compass and construct. Take a compass and take the angle half of 5 centimeter and mark these points and just rejoin through the vertices. Then you will get the parallelogram. Is that clear, students? ഇപ്പൊ പ്രിൻസിനും അഭിമന്യുവിനും മനസ്സിലായോ എന്താ തെറ്റ് വന്നേന്ന്? ക്ലിയർ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ കൺസ്ട്രക്ഷൻ? Is that clear, students? Yes. Could you please answer me through the chat? Clear? Yes. Only Abhimanyu is there in the class? Yes. Very good. Yes. Okay. Next question. Using diagonal properties, construct the rhombus whose diagonals are the length of 4 centimeter and 5 centimeter. Diagonals in the property use ചെയ്തിട്ട് തന്നിരിക്കുന്നത് എന്താ? ഡയഗണൽസിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. യൂസിംഗ് ഡയഗണൽ പ്രോപ്പർട്ടീസ് യു ഹാവ് ടു കൺസ്ട്രക്ട് ദ rhombus. Do it, students, and you will be having 4 minutes. Once you guys done, you have to tell me through the chat. After that, we will discuss this. Okay? Yes. Ananya, do you understand the question? Yes. Do it, and you have to answer this question. Okay, Ananya? Rishikesh, could you please turn on your camera? Prince, Tirtha, Adidev, Pranav, could you please turn on your camera? Tirtha, Pranav, Abhinan, Jewel, Sribala, റിഹാനയ്ക്ക് പിന്നെ അറിയാം എന്താണ് പ്രോബ്ലം എന്നുള്ളത്. ആർദ്ര, പ്രകൃതി, പ്രവീൺ, could you please turn on your camera?
ഏത് ക്വസ്റ്റ്യനാ ദിവ്യ? Ma'am, second question. Yes. Rest of the students do this third question and I will explain it. Just give me a minute. Yes. എന്താ പറഞ്ഞേ? ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞേ? എന്നിട്ട് എന്താ ഡൗട്ട് എന്ന് പറയും. യെസ്, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആ, എന്താ പ്രശ്നം? sir. എവിടെയാ ഡൗട്ട് വന്നേ? Ma'am, എനിക്ക് question full doubt ആ. എന്താ ഡൗട്ട്? അതാ ചോദ്യം. ആ, എന്താ ഡൗട്ട് വെച്ചാൽ അത് പറഞ്ഞോളൂ. നോ ഇഷ്യൂസ്. എന്താ ഡൗട്ട്? ആദ്യം ഒരു ഡയങ്ങൽ വരയ്ക്കുക. ഒരു ഡയഗണൽ വരയ്ക്കുക. അത് ഇതിൽ ഇഷ്ടമുള്ള ലെങ്ത് എടുത്തോ, 7 എടുത്തോ അല്ലെങ്കിൽ 5 എടുത്തോളൂ. നോ ഇഷ്യൂസ്. ഓക്കെ, ഇപ്പൊ എടുത്തു. എന്ത് ചെയ്യാ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എന്തറിയാം? മിഡ് പോയിന്റിൽ കൂടെയാണ് രണ്ട് ആംഗിൾസ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് മിഡ് പോയിന്റ് ആണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. റൈറ്റ്? ഡു യു റിമെമ്പർ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഡയഗണൽ വരയ്ക്കുക. അപ്പൊ അത് 7 സെന്റിമീറ്റർ ആണോ 5 സെന്റിമീറ്റർ? ഞാൻ ഇവിടെ 7 ആണ് എടുത്തത്. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എത്രയാ? 7 ആണ്. 7/2 എടുക്കുമ്പോൾ എത്രയാ? 3.5. 3.5 അല്ലേ? അപ്പൊ 3.5 3.5 അതിന്റെ മിഡ് പോയിന്റ് എടുത്തു. ഈ മിഡ് പോയിന്റിൽ പ്രൊട്ടാക്ടർ ഇവിടെ വെക്കുക. എന്നിട്ട് പ്രൊട്ടാക്ടർ അറ്റ് പോയിന്റ് ഓല് നിങ്ങൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ആംഗിൾ 140 ഡിഗ്രി ഫൈൻഡ് ചെയ്യണം. ഇതാണ് 140 ഡിഗ്രി വരിക. 140 ഡിഗ്രി ഫൈൻഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഓയിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പോയിന്റിനെ അങ്ങ് നീട്ടി വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് കോമ്പസ് യൂസ് ചെയ്ത് അടുത്ത ഡയഗണലിന്റെ ലെങ്ത് എത്രയാ? 5 സെന്റിമീറ്റർ അല്ലേ? 5 സെന്റിമീറ്റർ ആണ് ലെങ്ത്. ദാറ്റ് വി നോ. സോ എന്താ? 5 സെന്റിമീറ്റർ ലെങ്ത് ആണെങ്കിൽ അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? അത് കോമ്പസിൽ ഇവിടുന്ന് 2.5 ആയിട്ട് ഇങ്ങോട്ടും ഇവിടുന്ന് 2.5 ആയിട്ട് ഇങ്ങോട്ടും വരയ്ക്കുക. മനസ്സിലായോ? എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ വെർട്ടെക്സിലോട്ട് എന്ത് ചെയ്യുക? പോയിന്റ്സ് ജോയിൻ ചെയ്ത് കൊടുത്താൽ യു വിൽ ഗെറ്റ് ആൻസർ. ഈ ജസ്റ്റ് ഈ വെർട്ടിസസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ? ഓക്കെ മാം. എന്തായിരുന്നു ഇപ്പൊ നേരത്തെ ഡൗട്ട്? മാം, ഇപ്പൊ ഡൗട്ട് തീർന്നു. ശരിക്കും തീർന്നോ? ഓക്കെ, യെസ്, ഡു ഇറ്റ്. ഇനി റോംബസ് ചെയ്യാലോ? റോംബസ് ചെയ്തോളൂ. ഡു ഇറ്റ്. നിങ്ങൾ നന്നായിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പ്രിൻസെ ഒന്നുകൂടെ നോക്ക്. പ്രിൻസെ, ABCD എന്താ സാധനം? പ്രിൻസ്, ഞാൻ പറഞ്ഞത് റോംബസ് വരയ്ക്കാനാണ്, അല്ലാതെ ആൻസർ അല്ല ചോദിച്ചത്. റോംബസ് വരയ്ക്കുക, കൺസ്ട്രക്ഷൻ ആണ്. ഡയഗണലിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് റോംബസ് വരയ്ക്കുക. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അല്ലാതെ ഒന്നും ഞാൻ അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. യു ഹാവ് ടു ജസ്റ്റ് കൺസ്ട്രക്ട് എ റോംബസ് യൂസിങ് ദീസ് 2 diagonals. One diagonal of length having 4 centimeter and next diagonal having length 5 centimeter. Okay. Yes. പ്രിൻസ് അവിടെ ഇരുന്ന് വരച്ചേ. റോംബസിന്റെ ഡയഗണൽസിന്റെ പ്രോപ്പർട്ടി എന്താ? അവരെന്തിലാ ഇന്റർസെക്ട് ചെയ്യുക അല്ലെങ്കിൽ ബൈസെക്ട് ചെയ്യുക? എത്ര ആംഗിളിലാ ബൈസെക്ട് ചെയ്യുക? ബൈസെക്ട് ചെയ്യുന്നത് ഏത് ആംഗിളിലാ പ്രിൻസ്? റോംബസ്. Others also can answer through the chat. Yes. ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് ചെയ്തു. ശരി. യെസ്, പറഞ്ഞു സ്റ്റുഡൻസ്. ചാറ്റിൽ ആൻസർ ചെയ്യാ. റോംബസ് ബൈസെക്ട് ചെയ്യുന്നത് എത്ര ഡിഗ്രിയിലാണ്? യെസ്, 90 ഡിഗ്രി. വെരി ഗുഡ്. ലിയോൺ, എന്റെ ക്വസ്റ്റ്യൻ അതായിരുന്നില്ല. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, 90 ഡിഗ്രി. വെരി ഗുഡ്. കറക്റ്റ്. യെസ്, വെരി ഗുഡ്. ഡു ഇറ്റ് സ്റ്റുഡൻസ്. യെസ് ലിയോൺ, പറയൂ. ഞാൻ എന്റെ ആ ക്വസ്റ്റ്യനിലല്ലേ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അതൊന്നും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ചോദിച്ചില്ലല്ലോ. യെസ്, എന്നാലും ആൻസർ പറഞ്ഞു. വെരി ഗുഡ്, കറക്റ്റ് ആണ്. എന്താ പറയുന്നത്? 90 ഡിഗ്രിയാ മറ്റേ റോംബസിനെ ബൈസെക്ട് ചെയ്യുന്ന പോയിന്റ്. അതിനി മറക്കരുത്. ഇന്നലെ തെറ്റിച്ചില്ലത്? ഇല്ല, അത് തെറ്റിച്ചില്ല. അത് your answer is correct. Okay. Yes. Fida, could you please tell me the answer? എങ്ങനെയാ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞി ഫിദ? യെസ്, ഫിദ പറഞ്ഞി, ആൻസർ പറഞ്ഞി. I didn't get it. What? ഡയഗണൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് റോംബസ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ഒരു കണ്ടീഷനും കൂടെ പറഞ്ഞു തന്നു. എന്തായിരുന്നു? റോംബസ് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ്. ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്നത് ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ?
യെസ്, അങ്ങനെയാണെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചേ, ഒന്ന് ട്രൈ ചെയ്തേ. പിതാ, നമ്മൾ ഇന്നലെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നല്ലേ, പഠിച്ചതല്ലേ, ഇന്ന് വർക്കൗട്ട് ഉള്ളതല്ലേ, പഠിക്കണ്ടേ? അപ്പോ ഒന്നും കൂടി നോക്കിയേ എങ്ങനെ ചെയ്യാം. ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ലൈൻ വരയ്ക്കാം, ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ 4 എടുത്തു എന്ന് വിചാരിക്കാം, 4 എടുത്തു. യെസ്, ബാക്കി പറഞ്ഞേ. ഇനി എന്താ ചെയ്യാ? ഇത് 4 സെന്റിമീറ്റർ ആണ്. വാട്ട് നെക്സ്റ്റ്? ഇനി എന്താ ചെയ്യാ ഫിദ, പറഞ്ഞേ. ഇനി 5 എങ്ങനെയാ വരയ്ക്കുക? യെസ്, അറിയുന്നത് പറഞ്ഞാൽ മതി. തെറ്റട്ടെ, നോ ഇഷ്യൂസ്. തെറ്റിക്കോട്ടെ, നോ ഇഷ്യൂസ്. ചിലപ്പോ താൻ പറയുന്ന ആൻസർ കറക്റ്റ് ആണെങ്കിലോ? ഓക്കെ, ഷീ ഈസ് ബിക്കമിങ് ഷൈ. ഓക്കെ, യെസ് അർണവ്. Can I answer? Yes. 4 centimeter midpoint with the protractor take 90 degree. അപ്പൊ അത് ഇവിടെ വരും മേലെ. Correct. Draw a line. Yes. Take half of 2.5 centimeter from the middle point arc. Draw the arc and connect it. Correct. Very good. Correct answer. Very good. Yes. Good. എന്താ അപ്പൊ പറഞ്ഞേ? അർണവ് പറഞ്ഞു കറക്റ്റ് ആൻസർ. ഋഷികേഷ് ഐ തിങ്ക് ആൻസർ പറയാൻ തന്നെ വന്നതാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ശ്രദ്ധിച്ചേ, ഫസ്റ്റ് സ്റ്റെപ്പ്. പിത ശ്രദ്ധിച്ചേ. പിത മാത്രല്ല, ഇതിൽ അറിയാത്ത ആൾക്കാർ കുറെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രദ്ധിച്ചേ. പിത എനിക്ക് തോന്നുന്നത് ടെൻഷൻ ആയതായിരിക്കും ആൻസർ. യെസ്, ശ്രദ്ധിച്ചേ. ആഹിലിന് കിട്ടിയില്ലേ? ആഹിൽ, ഡു യു ഗെറ്റ് ദ ആൻസർ? യെസ്, ശ്രദ്ധിച്ചേ. ഫസ്റ്റ് റോംബസ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇത്. ഇപ്പൊ എ ബി എന്ന് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ഡയഗ്രം. ലെറ്റ് ഇറ്റ് ബി 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് O എടുക്കുമ്പോൾ എത്രയായിരിക്കും? ഇത് 2 സെന്റിമീറ്റർ ആൻഡ് ഇത് 2 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് നമുക്ക് എന്തറിയാം? ഡയഗണൽസ്, റോംബസിന്റെ ഡയഗണൽ പ്രോപ്പർട്ടീസ് എന്താ? അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൈസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നീട്ടി വരയ്ക്കുക. നമ്മുടെ സെന്ററിൽ കൂടെ അല്ലെങ്കിൽ ഓയിൽ കൂടെ വരയ്ക്കാം. എന്നിട്ട് ഓയിൽ നിന്നും ഇത് 5 സെന്റിമീറ്റർ ആണ്. അടുത്ത ഡയഗണൽ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഈച്ച് എത്രയായിരിക്കും? 2.5 അല്ലേ ഈച്ച് വരിക. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 സെന്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 സെന്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് 2.5 കിട്ടും. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ ഇത് ശരിക്കും കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അളന്നെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതെല്ലാം ഒരേ ലെങ്ത് ആയിരിക്കും. ഇസ് ദാറ്റ് ക്ലിയർ സ്റ്റുഡൻസ്? ഇങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. കൺസ്ട്രക്ഷൻ ക്ലിയർ ആണോ? അതിപ്യ ക്ലിയർ? പിതാ യെസ്. അഭിമന്യുവിന് എന്താ ഡൗട്ട്? മിസ് ഇപ്പൊ ഇത് വരച്ചില്ലേ? ആ, അത് കറക്റ്റ് 2.5 ഉണ്ടോ? ഞാൻ പേപ്പറും പെന്നും യൂസ് ചെയ്യാതെയല്ലേ വരയ്ക്കുന്നേ. ഞാനൊരു ഏകദേശം എടുത്താ വരയ്ക്കുന്നേ. പക്ഷെ നിങ്ങളിത് ശരിക്കും വരയ്ക്കുമ്പോൾ കറക്റ്റ് കിട്ടും. ശരിക്കും ഇങ്ങനെയാണ് കിട്ടുക. ഞാൻ ഇതിന്റെ ചെറുതായിട്ട്, നമ്മൾ വീടിന്റെ പ്ലാൻ വരയ്ക്കൂലേ, വലിയ വീടല്ലേ, പേപ്പറിൽ വരയ്ക്കുമ്പോൾ കുഞ്ഞിതായിട്ടല്ലേ വരയ്ക്കുക. അതേപോലെ നമുക്ക് വിചാരിക്കുക. ഓക്കെ, ക്ലിയർ സ്റ്റുഡൻസ്? യെസ്, ഹൂ ഇസ് ഇൻ ദ ചാറ്റ്? യെസ്, ശ്രീനന്ദ. വെരി ഗുഡ്. കറക്റ്റ്. Very good, Srinandana. Very good. Ahil, is that clear? Okay. Fidaki മനസ്സിലായോ? ഫിദ clear? ഫിദ, yes. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റേസ് ചെയ്തേ. Then we will move for the next question. Is that clear, students? If you have any doubt, raise your hands. If you have any doubt, you raise your hand. Otherwise, you have to tell me. Clear? Yes. Leon, എന്താ ഡൗട്ട്? ഞാൻ ഡൗട്ട് അല്ല. ഇപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുവാ, പ്രൊട്ടക്ടർ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല? പ്രൊട്ടക്ടർ വെക്കേണ്ട ആവശ്യമുണ്ടോ 90 ഡിഗ്രിക്ക്? അല്ല, ആംഗിൾ തരുവാണെങ്കിൽ മാത്രം. ആംഗിൾ തരുവാണെങ്കിൽ പ്രൊട്ടക്ടർ യൂസ് ചെയ്യണം. ആംഗിൾ തന്നില്ലെങ്കിൽ പ്രൊട്ടക്ടർ യൂസ് ചെയ്യണ്ട. Okay. Clear? So we are moving for the next question. Just give me a minute. Students, clear ആണല്ലോ അല്ലേ? Okay, Hrishikesh. Yes. Very good, Prince. Correct. ഇപ്പൊ മനസ്സിലായല്ലോ?
What happened, Ahil? So, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? Okay അല്ലേ? No? Yes? Okay. Yes. Yes. ഈ question ചെയ്തേ. You can see the parallelogram RUNS. കാണാനുണ്ടല്ലോ. ഇതിൽ നിങ്ങൾക്ക് എന്തിന്റെ values ആ കണ്ടുപിടിക്കുന്നത്? Find the values of x and y if it is given that OU is equal to OU എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എന്താണ്? OU is equal to y plus 7 and OS is equal to 20. ON is equal to x plus 5. X plus y. Then OR is equal to 16 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഒരു തിയറം പ്രൂവ് ചെയ്തിരുന്നു. അത് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ആസ് വി നോ ഇറ്റ് ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ്. പിന്നെ ഒരു കണ്ടീഷനും കൂടെ അറിയാം. അത് ഇന്റർസെക്ട് ചെയ്യുന്നത് മിഡ് പോയിന്റിലാണ്. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. യെസ് ലിയോൺ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? എക്സും വൈയും എവിടെയാ? ഇതായിരിക്കുന്നു. ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? അല്ല, ഈ ഇതിനകത്ത് ഇതിൽ എക്സ് പ്ലസ് വൈ എന്നല്ലേ തന്നിട്ടുള്ളൂ. അപ്പൊ അതെ, ഈ എക്സും വൈയും മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? ആ ആ, മതി. യെസ്. സ്റ്റുഡൻസ് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇസ് ദാറ്റ് ക്ലിയർ? Or you can either raise your hand or you can tell me through the chat. Do it, students. You will be having 3 minutes only. അത്ര വലിയ ടഫ് ഉള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. 3 minutes. You can do it yourself. Yes? I will do it. Rishika, do it. Question മനസ്സിലാവാത്തവർ ചോദിക്കുക, ഒന്നുകൂടെ പറഞ്ഞു തരാം. Very good, Ryan. Anna, is that clear? Kion. Adidev, Pranav, Srinanda, Ananya, Navdeep. Could you please turn on your camera? Hadya. O20. Good. Very good, Prince. Very good, very good, very good. Correct answer. Very good. Yes, Andrea, you don't understand this question. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. പാരലലോഗ്രാമിന്റെ ഈ ശ്രദ്ധിച്ചേ ഫിഗർ, ഈ ഡയഗണൽസിന്റെ ലെങ്ത് ആണ് അവിടെ തന്നിരിക്കുന്നത്. ആക്ച്വലി ഈ ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് ആണ് ഈ O എന്ന് പറയുന്നത്. സോ OU എന്ന് പറയുന്നത്, ഓയിൽ നിന്നും യുയിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് y+7 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് OS എന്ന് പറയുന്നത് 20 ആണെന്ന് തന്നിട്ടുണ്ട്. ON എന്ന് പറയുന്നത് x+y ആണെന്ന് തന്നിട്ടുണ്ട്. OR എന്ന് പറയുന്നത് 16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. You have to find the value of x and y. Xന്റെയും yന്റെയും വാല്യൂ നിങ്ങളോട് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Now is that clear? Is that clear? Yes. Abhinanda, is that clear? Prakriti, Praveen, could you please turn on your camera? Ardra, is that clear now? Yes. No, Adilakshmi, today you will be having no exams, but you will be having a parents meeting. Yes, Leon. മാം, ഞാനാണെങ്കിൽ ആൻസർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. തെറ്റാണ്. മാം, ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. ഡോണ്ട് വറി. ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്യാം. ഡോണ്ട് വറി. തീർത്ഥ, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ് അന്ന, കറക്റ്റ്. Adilakshmi, could you please raise your hand? Adilakshmi, are you there? Yes. ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. യെസ്. എങ്ങനെയാ കണ്ടുപിടിക്കുക? Yes, find the answer. How can we find the answer? You are unmute. Sorry, തന്റെ ശബ്ദം കേൾക്കുന്നില്ല.
I can't hear you. ഞാൻ പറയുന്നത് തന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നേ. Could you please tell me through the chat answer if possible? Who else is there? Faria Aziz, are you there? Yes. Answer. Do you get the answer? Yes. Yes. പറഞ്ഞി എങ്ങനെയാ കണ്ടുപിടിച്ചേ? ഓയും യുവും ഒ എസും ഈക്വൽ ആണ്. OS സോ ഒ യുയും ഒ എസും ഈക്വൽ ആണ്. കണ്ടീഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. What? ഇത് സൈഡ് അല്ലല്ലോ. Diagonals bisect each other. അല്ലേ? അതാണ് കണ്ടീഷൻ. Bisect each other എന്ന് പറയുമ്പോ എന്താ? ഈക്വൽ ആയിരിക്കും. ഒരു മിഡ് പോയിന്റിലാണ് ആ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അത് രണ്ടും ബൈസെക്ട് ഈച്ച് അതർ ആവുമ്പോൾ ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഡയഗണൽസ് ആർ ഈക്വൽ ലെങ്ത്. അതാണ് കണ്ടീഷൻ. അല്ലാതെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്നല്ല പറയാ. ഓക്കെ, അത് സൈഡ് അല്ലല്ലോ, ആംഗിൾ ലെങ്ത് അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ എന്താ പറയാ? ഡയഗണൽസ് സിൻസ് ദ ഡയഗണൽസ് യെസ് സിൻസ് ദ ഡയഗണൽസ് യെസ് കറക്റ്റ് ഡയഗണൽസ് ഓഫ് ദ പാരലലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞു. അപ്പൊ y + 7 = 20. യെസ് കറക്റ്റ്. അവിടുന്ന് പിന്നെ 20 - 7. കറക്റ്റ്. പിന്നെ എന്ത് കിട്ടും എക്സിനപ്പോ? അല്ല, വൈക്ക് എന്ത് കിട്ടും? y = 30. 27 മൈനസ് ചെയ്യുമ്പോ കറക്റ്റ്. വെരി ഗുഡ്. കറക്റ്റ്. യെസ്. അപ്പം ഓയും എന്നും ഓയും ആറും ഈക്വൽ ആയിരിക്കും. വെരി ഗുഡ്. സെയിം കണ്ടീഷൻ. യെസ്. എന്നിട്ട് അപ്പം x + y 16 വരും. ആ, അപ്പം x + 30 = 60. കറക്റ്റ്. വെരി ഗുഡ്. അപ്പൊ 10 - 30 വരുമ്പോ 3 കിട്ടും. വെരി ഗുഡ്. കറക്റ്റ്. വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. യെസ്. പ്രിൻസ് ആണ് ഇതിന്റെ ആൻസർ കറക്റ്റ് ഫസ്റ്റ് പറഞ്ഞത്. വെരി ഗുഡ്. ദെൻ കുറെ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെയും. എല്ലാവരും. ആൻഡ് ഫറിയ, വെരി ഗുഡ്. യെസ്. സോ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജസ്റ്റ് ഗിവ് മി എ മിനിറ്റ്. ലിയോൺ, ഐ വിൽ വൺസ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ. യെസ്. സോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയഗണൽസ്. നമ്മൾ പാരലലോഗ്രാമിന്റെ കണ്ടീഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മിഡ് പോയിന്റിൽ അത് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽസ്, പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ്. സോ എന്താണ് അതിനർത്ഥം? എന്താ? ഇവിടുന്ന് SU എന്ന് പറയുന്ന ഒരു ഡയഗണൽ ആണെങ്കിൽ O എന്ന് പറയുന്നത് അതിന്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ ആസ് വി നോ ദാറ്റ് വാട്ട് SU എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? SO അല്ലെങ്കിൽ OS + OU അല്ലേ? ആണല്ലോ. അപ്പൊ അതെന്താ? ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണല്ലോ ഈ ആൻസർ കിട്ടി. ഇത് 8 ആണെങ്കിൽ OS 4ഉം SU OU എന്ന് പറയുന്നത് 4 ആയിരിക്കില്ലേ? യെസ്, അതാണ് കണ്ടീഷൻ. മനസ്സിലായോ? അപ്പൊ ആ സിമിലർ വേ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ കണ്ടീഷൻ ആയതുകൊണ്ട് OU = OS ആണ്, ON = OR ആണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ്. അങ്ങനെയാണെങ്കിൽ OU = OS ആണെങ്കിൽ OU എത്രയാണെന്ന് തന്നിട്ടുണ്ട്? y + 7. y + 7 = OS എന്ന് പറയുന്നത് 20 ആണെന്ന് തന്നിട്ടുണ്ട്. ആണല്ലോ? യെസ്. അവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? y = 20 - 7 അല്ലെ? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കൊണ്ടുപോകണം? ഈ 7നെ ഈക്വൽ ടുന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. ഈക്വൽ ടുന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് when a positive number goes to another side of the equal to, it will become negative. അല്ലെ? അപ്പൊ എന്തായി? -7. So what will be the answer? 13. So y-യുടെ വാല്യൂ ഇവിടെ നമുക്ക് 13 കിട്ടി. റൈറ്റ്? സിമിലർലി നമുക്ക് എന്താ അറിയാം? ON = OR ആണ്. റൈറ്റ്? OR എന്ന് പറയുന്നത് 16 ആണ്. ഈ ON എന്ന് പറയുന്നത് എന്താ? x + y. റൈറ്റ്? ആസ് വി നോ ഇവിടുന്ന് y എന്ന് പറയുന്നത് 13 കിട്ടിയിട്ടുണ്ട്. റൈറ്റ്? സോ സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് y = 13. Then നമുക്ക് എന്ത് കിട്ടും? x + y എന്ന് പറയുന്നത് എന്തായി മാറി? x + 13 = 16. So x ന്റെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കുക? 16 - 13. So it will be the answer will be 3. കിട്ടിയോ? സോ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? x = 3 and y = 13. ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. Since condition idana, property idana, diagonals of a parallelogram bisect each other. So that means what? These 2 points SO and OU are equal, NO and OR are equal. So using that condition, we can say what? OS or OU are equal and ON and OR equal. So here we can say what? Y + 7 = 20. For y = 20 - 7. The y = 13. That's why we get the answer as y = 13. Similarly, ON = OR. X + y = 16. So we can substitute as we get the answer for y is as 13.
So we substitute y as 13 in this equation. So we'll get it as what? X plus 13 is equal to 16. So x is equal to 16 minus 13, that is equal to 3. So we'll get the answer as x is equal to 3 and y is equal to 13. Is that clear, students? Is that clear? Anyone who has any doubt, you can raise your hand. ഇതൊക്കെ ലോജിക്ക് മനസ്സിലായില്ല? ഇതാ സംഭവം എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഒരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടീഷൻ എന്താ? പാരലോഗ്രാമിന്റെ ആംഗിൾസ് ബൈസെക്ട് ഈച്ച് അതർ ആണ് അതിന്റെ മിഡ് പോയിന്റിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഡയഗണലിന്റെ മിഡ് പോയിന്റ് ആണ് O എങ്കിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും? ഈ ഡയഗണൽ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് ആണ് O എങ്കിൽ ഇത് 4 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ അല്ലേ? അതായത് രണ്ടും ഈക്വൽ അല്ലേ? ദാറ്റ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? യെസ്? ഓക്കെ. Anyone who has any doubt, you can raise your hand. Ahil, is that clear to you? Ahil, is that clear? Okay. Ahil, Adabya, Ryan, you got the answer? Yes. Leon, is that clear? Rishika, Prince, you got the correct answer. Very good. Rishikesh, you got the answer, right? Kirta, is that clear? Anna, okay. Pranav, Ananya, yes, Ryan. മിസ്, ഞാൻ ഇതിന്റെ ആൻസർ 10 സെക്കൻഡിൽ താഴെ എല്ലാം എഴുതി കിട്ടി. ആണോ? ഓക്കെ, ഞാൻ പ്രിൻസിന്റെ ആണ് ഫസ്റ്റ് കണ്ടത്. സോറി. യെസ്, വെരി ഗുഡ്. താൻ കുറെ നേരമായിട്ട് വെറുതെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സോ എനിക്ക് സെൻസ് ചെയ്തായിരുന്നു ഞാൻ. യു ഗോട്ട് ദ ആൻസർ. ഓക്കെ, യെസ്. സോ വി ആർ മൂവിംഗ് ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഗിവൻ ഫിഗർ, ആസ് യു ഗൈസ് ക്യാൻ സീ ഹിയർ, ABCD is the parallelogram. Find the angles X and Y and state the properties used. സോ നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്ച്വലി മിസ്സിംഗ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ABCD പാരലോഗ്രാം ആണ്. നിങ്ങൾക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണോ നിങ്ങൾ യൂസ് ചെയ്തത് അത് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യാൻ വേണം. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? ഇവിടെ തന്നിരിക്കുന്നത് ആംഗിളിന്റെ പേര് ഒന്നായിട്ട് ആംഗിൾ ആയിട്ട് തന്നിട്ടില്ല. ബട്ട് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾസിന്റെ പാരലോഗ്രാംസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈന്റെ വാല്യൂ കിട്ടും. ട്രൈ ഇറ്റ്. യു വിൽ ബി ഹാവിംഗ് 4 minutes. ഓക്കെ, ഡു ഇറ്റ് ഫാസ്റ്റ് സ്റ്റുഡൻസ്. യെസ് ലിയോൺ, എന്താ ഡൗട്ട്? എന്താ പറയുന്നത്, ആ മറ്റേ സീന്റെ അവിടെ 2x ഡിവൈഡ് ആണോ? +30. പ്ലസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ ക്വസ്റ്റ്യൻ? മാം ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേ ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ലിയോൺ? പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ 3 ആംഗിൾ തന്നിട്ടുണ്ട്. ഇവിടെ എന്ത് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം? എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മിസ്സിംഗ് സൈഡ് കണ്ടുപിടിക്കാനല്ല, എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോ ഏതോ 2 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. പ്രോപ്പർട്ടി ഏതാന്ന് ഞാൻ പറയില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി. പിന്നെ രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിയും എയും കൂടെ കണക്ട് ചെയ്താലോ ഡിയും സിയും കൂടെ കണക്ട് ചെയ്താലോ വൈയുടെ വാല്യൂ കിട്ടും. 2 പ്രോപ്പർട്ടീസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടി വരിക. ആദ്യത്തെ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ എക്സിന്റെ വാല്യൂ കിട്ടും. രണ്ടാമത്തെ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ വൈന്റെ വാല്യൂ. ഇപ്പൊ ക്ലിയർ ആണോ? പാരലോഗ്രാമിന്റെ 2 ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണത്. എപ്പോഴും പാരലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ആംഗിൾസിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പറയുന്ന 2 കാര്യം. ഫസ്റ്റത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ അത് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. ഇത്രയുമാണ് ഹിന്റ്. ഡു ഇറ്റ്. റയാൻ, കിട്ടിയോ? ഡു ഇറ്റ് ഫസ്റ്റ്. ഞാൻ ഇത്രയും ഹിന്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, കിട്ടും. ഡു ഇറ്റ് വൺസ്. ട്രൈ ടു ഡു ദിസ്. എപ്പോഴും ഈസിയർ ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയേ? വെരി ഗുഡ് പ്രിൻസ്. കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ് പ്രിൻസ്. വെരി ഗുഡ്. പ്രിൻസിന്റെ ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്. No, Leon, your answer is wrong.
28 അല്ല വരിക. No, 28 is not the answer. ഒന്നുകൂടെ ചെയ്ത് നോക്കി, ചെറിയൊരു മിസ്റ്റേക്ക് എവിടെയെങ്കിലും ഒക്കെ പറ്റിയിട്ടുണ്ടാവും. ദാറ്റ്സ് വൈ. $60 എന്തിന്റെ ആദലക്ഷ്മി? ഒന്നുകൂടെ ട്രൈ ചെയ്തേ. എവിടെയെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, Hadya, are you there? Hadya, are you there? Would you please raise your hand? Rihana, y-യുടെ വാല്യൂ കറക്റ്റ് ആണ്, പക്ഷെ എക്സിന്റെ വാല്യൂ തെറ്റിച്ചു. റയാൻ തെറ്റി. Faryaz is very good. Correct answer. Correct. X is not -3. Ardra, X is not -3. Degree X -3 കിട്ടിയേ. Yes. Aditya Vinod, could you please raise your hand? Aditya Vinod. Gauri. Anyone? Gauri, are you there? Yes. Aditya Vinod. ഇത് ചെയ്യാൻ പറ്റുമോ? Yes. എവിടെ? Aditya Vinod, are you there? Yes. Tell me the answer. Answer അറിയാവോ? No, Rihana. Yes, correct Anna. Aditya Vinod, അറിയാവോ ആദിത്യൻ ആൻസർ? Yes, I can't hear you. Students, yes, പറയൂ. അറിയില്ല എന്നാണോ പറയുന്നത്? Abhimanyu, you are not supposed to tell the answer. Tell the answer because തന്നോട് ഞാൻ ഫസ്റ്റ് ആൻസർ ചോദിച്ചു. So let others. അറിയാവോ ആദിത്യൻ? No or yes? കിട്ടിയോ? No, why? Okay. So who is else? Kion. തന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ? ഇല്ല മാം. Yes, പറഞ്ഞേ. What is the answer? മാം എനിക്ക് ഇത് ഒന്നും കൂടെ ഞാനിത് മനസ്സിലായില്ല. എനിക്ക് ഒന്നും കൂടെ ചെയ്യണം, കുറച്ചും കൂടെ ടൈം തരാം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അതിനൊരു Yes, ആൻസർ ma'am. പറയാൻ പറ്റുമോ? എയും സിയും തമ്മിൽ പാരലോഗ്രാമിലെ എയും സിയും എന്തായിരിക്കും? ആംഗിൾ എയും ആംഗിൾ സിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അത് നോ അഭിമന്യു, റോങ് ആണ്. യെസ്, ഓപ്പോസിറ്റ് Equal ആംഗിൾസ് അല്ലേ? ആയിരിക്കും. ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? സോ പാരലോഗ്രാമിലെ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? എവിടെ പോയി? കിയോൺ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. കിയോൺ, കുഡ് യു പ്ലീസ് റൈസ് യുവർ ഹാൻഡ്? യെസ്. എനിക്കറിയാം ഒരു കണ്ടീഷൻ പറഞ്ഞ ഇവിടെ ആൻസർ വരും എന്നുള്ളത്. 30 അല്ല. യെസ് റിഹാന, ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടി. കിയോൺ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? അതറിയാവുന്ന കണ്ടീഷൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി അല്ലേ? ആണല്ലോ. യെസ്. അപ്പൊ ഇവിടുന്ന് എങ്ങനെ എഴുതാൻ പറ്റും പറഞ്ഞേ? 3x - 10 ഇസ് ഈക്വൽ ടു 2x + 30 എന്ന് എഴുതിക്കൂടെ? അവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3x - 10 ഇസ് ഈക്വൽ ടു, ഞാനിത് ഇവിടെ ഒന്നുകൂടെ എഴുതുന്നുണ്ട്, 2x + 30. 2x + 30. കറക്റ്റ്. ഇവിടുന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് ടേംസിനെ ഒരുമിച്ച് കൊണ്ടുവരാം, എക്സ് ടേംസിനെ അപ്പുറത്തോട്ട് കൊണ്ടുവരാം. റൈറ്റ്? സോ 3x - 2x ഇസ് ഈക്വൽ ടു പറഞ്ഞ ആൻസർ വർക്ക്ഔട്ട് സെഷൻ ആ, ഞാനല്ല പറയണ്ടേ. 30 + 10 ആവും. അപ്പൊ എന്താ വരിക ആൻസർ പറഞ്ഞേ? 40. ഇവിടെ ഇവിടെ ഈ സൈഡ് പറ, ലൈക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പറയൂ. വെരി ഗുഡ് അഭിമന്യു, ഇപ്പൊ കറക്റ്റ് കിട്ടി. പക്ഷെ വൈയുടെ വാല്യൂ തെറ്റിച്ചു.
മാം അത് മൈനസ് അല്ലേ? ആ 3x മൈനസ് 2x. അപ്പൊ എന്താ വരിക? മാം 1x. യെസ്, x 1x or also x. x is equal to 40. ഇപ്പൊ x ന്റെ വാല്യൂ കിട്ടിയോ? 40. റൈറ്റ്, 40 ഡിഗ്രി വേണമെന്നില്ല, 40. ഇനി x 40 കിട്ടി അല്ലേ? അപ്പൊ ഇവിടുന്ന് നമുക്ക് ആംഗിൾ എ എന്തായിട്ട് കിട്ടി? ആംഗിൾ എ എന്തായിരുന്നു ആക്ച്വലി? ആംഗിൾ എ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇവിടെ? 3x മൈനസ് 10 അല്ലേ? അപ്പൊ ഈ 3xന്റെ അവിടെ നമുക്ക് എന്ത് കൊടുത്താൽ മതി? എക്സിന്റെ അവിടെ 10 കൊടുത്താൽ പോലെ 40 കൊടുത്താൽ പോലെ. അപ്പൊ 3 മൾട്ടിപ്ലൈഡ് ബൈ 40 മൈനസ് 10 ആണല്ലോ? യെസ് മാം. ആണോ? അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടി? 120 മൈനസ് 10 കിട്ടിയില്ലേ? യെസ് മാം. ക്ലിയർ? അപ്പൊ എന്താ വരിക? 110. ഇതുവരെ ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? യെസ്, വെരി ഗുഡ്. ഇനി ആരെ ചോദിക്കും? അന്ന എൽദോസ്? യെസ് അന്ന. യെസ്, could you please tell me the answer? Abhimanyu, I'll come to you. Anna? x is equal to 40. അത് കിട്ടി. ഇനി എ കണ്ടുപിടിച്ചു. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഏത് പ്രോപ്പർട്ടിയെ യൂസ് ചെയ്തേ? y വൈ പ്രോപ്പർട്ടി ആണോ മാം? പറഞ്ഞു. വൈയുടെ പ്രോപ്പർട്ടി അഡ്ജസ്റ്റന്റ് ആംഗിൾസ് ആർ പാരലൽ. അത് തന്നെ. അതേപോലെ ആംഗിൾ സി എന്ന് പറയുന്നത് എന്തായി മാറിയപ്പോ? 2x plus 30 അല്ലേ? അപ്പൊ ഇവിടെ എന്തായി? 2 മൾട്ടിപ്ലൈഡ് ബൈ 40 പ്ലസ് 10 മൈനസ് അല്ല പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 പ്ലസ് 30 അല്ലേ? അപ്പൊ ഇതെന്തായി? 120 ഡിഗ്രി. സോ നമുക്ക് അടുത്ത കണ്ടീഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ്. ഇവിടെ സ്ലൈഡ് ഇല്ല, ജസ്റ്റ് ഗിവ് മി മിനിറ്റ്. Let me add some slides. Just give me a minute, students. യെസ്, അങ്ങനെയാണെങ്കിൽ എന്താ? 120 കിട്ടി. നമുക്ക് എന്തറിയാം? ആംഗിൾ ബിയും ആംഗിൾ സിയും സപ്ലിമെന്ററി ആണ് അല്ലേ? സപ്ലിമെന്ററി ആണെന്നല്ല, സപ്ലിമെന്ററി ആണ്. അപ്പൊ 180 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും അല്ലേ? ആണല്ലോ. അതേപോലെ ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ അന്ന, കുഡ് യു പ്ലീസ് റേസ് യുവർ ഹാൻഡ്? അഭിമന്യുന് എന്താ ഡൗട്ട്? എനിക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. എക്സിന്റെ വാല്യൂ 40. പക്ഷെ വൈയുടെ വാല്യൂ അതെങ്ങനെയാ 120? പറയട്ടെ. വൈയുടെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഞാനൊന്ന് പറയട്ടെ. വൈയുടെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ലെറ്റ് മീ പറയട്ടെ. അന്ന, യെസ്. ഇനി എന്താ ചെയ്യാ? ഇപ്പൊ ആംഗിൾ എ കണ്ടുപിടിച്ചു. അതേപോലെ ആംഗിൾ എ കിട്ടി നമുക്ക് അല്ലേ? ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പൊ ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ നമ്മളിപ്പോ എത്രയാ കണ്ടുപിടിച്ചേ? 110 ആണല്ലോ? വെരി ഗുഡ്. 110 പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എന്തായിരിക്കും വരിക? പറഞ്ഞേ. ആംഗിൾ ബി 130. 180 ഡിഗ്രി മൈനസ് എത്രയായിരുന്നു? 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി എത്രയാ? 130 ഡിഗ്രി. റിയലി? മാം 180 minus 130 is equal to 110 is equal to 110 is equal to 70 degree. Clear? 70 degree. അപ്പൊ ആംഗിൾ ബി കിട്ടിയില്ലേ? ആംഗിൾ ബി കിട്ടിയില്ലേ? 70 ഡിഗ്രി ആയിട്ട് കിട്ടി ആണല്ലോ? ഇനി ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഡൗട്ട് ഉള്ളവർക്കൊക്കെ ഞാനിത് പറഞ്ഞുതരാം. ഇനി ആംഗിൾ ബിയും അടുത്ത കണ്ടീഷൻ എന്താ? ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണ് അല്ലെ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട്. ആണോ അന്ന? ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അല്ലേ? സോ നമുക്ക് അവിടുന്ന് എന്ത് പറയാൻ പറ്റും? ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ ബി അതായത് 70 ഡിഗ്രി ഈസ് ഈക്വൽ ടു y പ്ലസ് 20 ഡിഗ്രി എന്ന് പറഞ്ഞൂടെ? അതായത് y പ്ലസ് 20 ഈസ് ഈക്വൽ ടു 70 എന്ന് പറഞ്ഞൂടെ? പോസിബിൾ? പറഞ്ഞൂടെ? യെസ്. അപ്പൊ അവിടുന്ന് വൈയുടെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കുക. 70 മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 50. ക്ലിയർ?
സോ ഇവിടുന്ന് എക്സ് എന്ന് പറയുന്നത് 14 കിട്ടി, y is equal to 50. ക്ലിയർ സ്റ്റുഡൻസ്? യെസ്. ഞാൻ ഇത് ഒന്നുകൂടെ അന്നയ്ക്ക് മനസ്സിലായില്ലേ? അന്നയ്ക്ക് കിട്ടിയതായിരുന്നല്ലോ അല്ലെ ആൻസർ? പിന്നെ വേറെ ഇടുന്നത് ആണോ? 180 മൈനസ് 130 ആണ്. അതെ, ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഓക്കെ, യെസ്, വെരി യെസ്. റയാൻ എന്താ ഡൗട്ട്? മുന്നത്തെ സ്ലൈഡ് ഇത് കാണിക്കാവോ? എഴുതിയെടുക്കാനാ? ഇത് എനിക്ക് ഇതോ? ഇതിനകത്ത് ആംഗിൾ സി എങ്ങനെ ഇത് ആംഗിൾ സി. യെസ്, നോട്ട് ഇറ്റ്. ക്ലിയർ ആണോ സ്റ്റുഡൻസ്? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? Anyone who has any doubt, you can raise your hands. Is that clear? ഫിദയ്ക്ക് മനസ്സിലായില്ല? ഫിദ, ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് അഗൈൻ. ജസ്റ്റ് ഗിവ് മി എ മിനിറ്റ്. ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ABCD പാരലോഗ്രാം ആണ്. നമ്മളുടെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്തറിയാം? പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി ആണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, അല്ലെ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എയും സിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, റൈറ്റ്? അപ്പൊ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ വരിക? 3x - 10 is equal to 2x + 30. അതുവരെ ക്ലിയർ ആണോ? യെസ്, 2x + 30. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു? 3x - ഇത് എന്ത് ചെയ്തു? ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് ചെയ്തു. എക്സ് ടേംസിനെ ഒരുമിച്ച് കൊണ്ടുവന്നു ആൻഡ് എക്സ് ഇല്ലാത്ത ടേംസിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. കാരണം എന്താ? എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് കിട്ടി? 3x - 2x is equal to 30 + 10. അവിടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x is equal to 40. എക്സിന് 40 കിട്ടി. സോ സിമിലർലി നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? എയുടെ വാല്യൂയും സിയുടെ വാല്യൂയും കിട്ടി. 110ഉം 120 അല്ല, 110 ആണിത്. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. നിങ്ങൾ തെറ്റ് കണ്ടാ പറയില്ല. തെറ്റ് മനസ്സിലായില്ലേ? ഇത് 110 ആണ്. വാട്ട് ഇസ് 80 + 30? 110, റൈറ്റ്? ഇത് 110 ആണ്. ആംഗിൾ സി ഇസ് ഈക്വൽ ടു 110. ഇത് ആരും എന്താ നോട്ട് ചെയ്യാതിരുന്നത്? ആംഗിൾ സി ഇസ് ഈക്വൽ ടു 110. യെസ്, ഋഷികേഷ് നോട്ട് ചെയ്തിരുന്നോ? Ma'am, I told that in chat box. ഓക്കെ, വെരി ഗുഡ് ഋഷികേഷ്. യെസ്, ഓക്കെ. സോ ഇതെന്ത് കിട്ടി? 110 കിട്ടി. ഇനി ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്നത് 110 കിട്ടി. ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? 110 ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ യൂസ് ചെയ്ത് പറയാം. എന്താണ്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഓൾസോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയും ചെയ്യാം. ഓൾറെഡി ഇത് 120 ആണെങ്കിൽ ഇത് 110 ആണെങ്കിൽ ഇത് 110 ആണെന്ന് നമുക്ക് കിട്ടും. ബി 110 ആണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തു. എങ്ങനെയാണ്? ആംഗിൾ എയും ആംഗിൾ ബിയും 180 ഡിഗ്രി ആണ്. സോ ആംഗിൾ എ നമുക്ക് 110 കിട്ടി. ആംഗിൾ ബി എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്തു 70 ഡിഗ്രി. വീണ്ടും ഒരേ കണ്ടീഷൻ യൂസ് ചെയ്യുക. എന്താണ്? ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി. സിൻസ് അതെന്താ? രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ക്ലിയർ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ എന്തായി? y + 20 is equal to 70. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ y എന്തായിരിക്കും? 70 - 20, that is equal to 50. Is that clear students? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? യെസ്, ഓക്കെ റയാൻ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ. യെസ്. സോ യെസ്, ഇവിടെ ഹദ്യ ഉണ്ടോ? ഹദ്യ, are you there? Could you please raise your hand? ഹദ്യ ഉണ്ടോ ഇവിടെ? Yes, I will show that. Okay. So students, you will be having a parents meeting today. So ഒരു കുറച്ച് പിള്ളേരുടെ 2-3 പേരുടെ പാരന്റ്സിനെ എനിക്കൊന്ന് മീറ്റ് ചെയ്യണം. So I will ask them. Okay. ഫറിയ അസീസിന്റെ പാരന്റ് ഉണ്ടോ? ഫറിയ അസീസ്, are you there? പാരന്റ് ഉണ്ടോ അടുത്ത്? Could you please call her? പാരന്റ് ഉണ്ടോ? Ma'am, I think she's busy. ഓക്കെ, അച്ഛനും അമ്മയും ആരും ഇല്ല? ഒന്ന് വിളിക്കാൻ പറ്റുമോ? അമ്മ വരാൻ പറ്റുമോ? പാരന്റ്സ് മീറ്റിംഗ്. Yes. If they are not okay, that's fine. Yes. അഭിമന്യുവിന്റെ പാരന്റ്സ് ഉണ്ടോ അടുത്ത്? അഭിമന്യു ഒന്ന് വിളിക്കണേ, ഒരു 2 മിനിറ്റ്. ഓക്കെ, ഒന്ന് വിളിക്കണേ. വിളിക്കും, ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ്. പ്രിൻസിന്റെ പാരന്റ് ഉണ്ടോ അടുത്ത്? പ്രിൻസിന്റെ പാരന്റ് ഉണ്ടോ അടുത്ത്? പ്രിൻസ് എവിടെ പോയി? പ്രിൻസിന്റെ പാരന്റ് ഉണ്ടോ അടുത്ത്?
ഉണ്ട് മാം. ഒന്ന് വിളിക്കണേ, ഒരു 2 മിനിറ്റ്. ഓക്കെ സ്റ്റുഡൻസ്, ഡൺ റൈറ്റ്? യെസ്, ഒന്ന് വിളിക്കണേ അവരേനെ. യെസ് മാം ഇപ്പോഴാണോ? ഇപ്പൊ തന്നെയാ. ഓക്കെ ദെൻ പിന്നാരാ? റയാന്റെ പാരന്റ്സ് ഉണ്ടോ അടുത്ത്? നോ മാം, എന്റെ പാരന്റ്സ് ഇവിടെ ഇല്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിലാണ്. ദിബ്യയുടെ പാരന്റ്സ് ഉണ്ടോ? Yes, ma'am. യെസ്, പ്ലീസ് കോൾ ദം. ഓക്കെ, ജസ്റ്റ് ഒരു 5 minutes, ജസ്റ്റ് എ കാഷ്വൽ ടോക്സ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ യെസ്, ഐ ഹോപ്പ് ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. റൈറ്റ്, ക്ലിയർ ആണല്ലോ? ഇനി ഡൗട്ട് ഇല്ലല്ലോ? വി കൻ വൈൻഡ് അപ്പ്, റൈറ്റ്? ആദിലക്ഷ്മി, യെസ്, എന്താ ഡൗട്ട്? സോറി മാം, സൗണ്ട് കുറഞ്ഞടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ആദിലക്ഷ്മിയുടെ പാരന്റ് ഉണ്ടോ അടുത്ത്? നോ മാഡം. Okay, we'll see in the next class. Okay, I think all of you understand this question, right? Clear alle? Okay, Rehan, yes. So yes, ഞാൻ പറഞ്ഞ 2-3 പേരുണ്ടായിരുന്നല്ലോ. പ്രിൻസ്, അദിബ്യ, യെസ്, അഭിമന്യു. അഭിമന്യുവിന്റെ പാരന്റിനെ ഒന്ന് വിളിക്കാവോ? അഭിമന്യു, യെസ് Rayan, bye. Yes, Abhimanyu. Yes, okay. Abhimanyu, are you there? Could you please call your parents? Yes. Hello. Namaste, ma'am. Yes. Hello, നമസ്കാരം. എങ്ങനെയുണ്ട് ആള്? പഠിക്കുന്നുണ്ടോ? എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? എങ്ങനെയാണ് പഠിക്കുന്നുണ്ടോ? Just give me a minute, Rishikesh. I'll come to you. കുഴപ്പമില്ല അല്ലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അല്ലെ? എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? ആൾക്ക് അറിയാം കാര്യങ്ങള്? മാത്സിന് ആദ്യമേ ഇത്തിരി ഇതായിരുന്നു, വീക്കായിരുന്നു. ഇപ്പം പിടിച്ച് വലിയ കുഴപ്പമില്ല പോകുന്നു. ഓക്കെ താങ്ക് യു സോ മച്ച്. യെസ്, ഇനി പിന്നെ ആരുടെ പാരന്റ്സ്? പ്രിൻസിന്റെ പാരന്റ്സ് ഒന്ന് വരാവോ? പ്രിൻസ്, യെസ്, താങ്ക് യു സോ മച്ച്. Okay. Yes, Abhimanyu? Ma'am, can I lift? No. Yes. പ്രിൻസിന്റെ അമ്മയാണോ? ഹായ് മാം. ഹലോ, എങ്ങനെയുണ്ട്? പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? എങ്ങനെയുണ്ട് നിങ്ങൾ വിലയിരുത്തുന്നിട്ട് നിങ്ങളല്ല എന്നോട് പറയണ്ടേ? ഇവിടെ കുഴപ്പമില്ല, പക്ഷെ എക്സാംസിന് എന്താ പറ്റുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ ആള് പെർഫോം ചെയ്യുന്നുണ്ട്. കുറച്ച് സ്ലോ ആണ് കമ്പാരിറ്റീവ്ലി, പക്ഷെ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്കോറിലേക്ക്. അവൻ അറിയാത്തതിന്റെ ഒരു പ്രശ്നമല്ല എനിക്ക് തോന്നുന്നത്, ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഉണ്ട്, സ്പീഡ് കൂടുതലാണ് എല്ലാ കാര്യത്തിനും. പെട്ടെന്ന് സബ്മിറ്റ് ചെയ്താലേ അതങ്ങോട്ട് കഴിയുമല്ലോ. ആലോചിക്കാനല്ല, വേഗം അങ്ങോട്ട് പരിപാടി തീർക്കാനുള്ള തിരക്കില്ല ആൾക്ക്. അത് എനിക്ക് തോന്നാറുണ്ട്. 8.5 മാസത്തിൽ പറ്റവനാ, ഭയങ്കര പിടിപിടിപ്പാ. ഓക്കെ. വേറെ കൺസേൺസ് ഒന്നും ഇല്ലല്ലോ? കുഴപ്പമൊന്നും ഇല്ലല്ലോ? അതിൽ ഇടയ്ക്ക് കൂടെ ഞാൻ ഇല്ലെങ്കിൽ ആള് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഞാൻ ഇച്ചിരി തിരക്കിൽ പെട്ടുപോയി, ആള് നാട്ടിൽ പോണ തിരക്കിലായിരുന്നു. അപ്പൊ അതിന്റെ ഓട്ടോ ബുക്ക് ആവണ്ടായില്ല, മഴ അങ്ങനെ വന്നപ്പോ അങ്ങോട്ട് പോയി. ആൾക്ക് എപ്പോഴും ഒരാൾ ഇങ്ങനെ പുഷ് ചെയ്തോണ്ടിരിക്കണം. അങ്ങനത്തെ സംസാണ് അവന് കുറച്ച് ഇത്. ഇങ്ങനെ എല്ലാം മൈൻഡിൽ ഐഡിയ ഉണ്ട്, പക്ഷെ എഴുതി വരുമ്പോ തെറ്റിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ടീച്ചറും വിളിച്ച് പറഞ്ഞത് എന്നോട് സ്കൂളില്. ആൾക്ക് ഭയങ്കര വലിയ വലിയ ഐഡിയകളാ. അറിയാം, പക്ഷെ ടെൻഷനും ഉണ്ട്. ആ സ്പീഡ് കാരണം ചിന്തിക്കുന്നില്ല, അതാണ് മാർക്ക് പറയുന്നത്. അതങ്ങോട്ട് എഴുതി ഫിനിഷ് ചെയ്യണം, അതങ്ങോട്ട് പൂർത്തിയാക്കണം, ആ തിരക്കേ ഉള്ളൂ. അതാണ്. ഇനി ശ്രദ്ധിക്കാം. എന്താ 21 തുടങ്ങി 27 വരെ ലീവ് അല്ലേ? ഞങ്ങള് 16-ാം തീയതി വരെ നാട്ടിലുണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ് വന്നിട്ട്. അപ്പൊ ഇവിടെ ഓണപരീക്ഷയല്ല ഉള്ളത്. പൂജയിപ്പോണത്തിന്റെ പരീക്ഷ ഇവിടെ ഉള്ളത്. സെപ്റ്റംബർ 13 to 24. അപ്പൊ അതിനു മുന്നേ ഒരു 10 ദിവസം മുന്നേ അവന് റിവിഷൻ ക്ലാസ് കൊടുക്കാന്ന അഡ്മിൻ പറഞ്ഞേ. മാത്സ് 2 ദിവസം, മറ്റുള്ള ഇതൊക്കെ ഓരോ ദിവസമായിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു 10 ദിവസത്തെ സമയത്തില് അവൻ എക്സാമിന് ഒരുക്കണം അവനെ. അവന്റെ ഡാഡി പറയും ഇതൊക്കെ ചെയ്ത് വേസ്റ്റ് അല്ലേ, ഇത്രയും മാർക്കിന് വേണ്ടിയാണോ എന്നൊക്കെ ചോദിച്ചു ചെയ്ത്. പിന്നെ പുള്ളി ഏത് ഇനിഷ്യേറ്റീവ് എടുക്കില്ല. അത്രേ ഉള്ളൂ.
Yes. Hi, ma'am. Yes. Faria Aziz, are you there? Could you please raise your hand? Faria Aziz, where is your parent? Okay, she left. Okay. Yes, Prince. What happened? Ma'am, can I leave? Yeah, not now. Yes. Leon, your parents are there. Fida, I'll come to you. Tante parents undo adutha? Yes, No. ma'am. Yes. Could you please call your parents if they are Yes, there? ma'am. Yes. Yes. Okay, teacher. Hello. പറഞ്ഞോ Hello, sir. Yes. ഹായ് മാം. എങ്ങനെയാണ് ആൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? എങ്ങനെയാണ്? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾക്ക് അവൻ ഇപ്പോഴും ഡൗട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ നിങ്ങൾ തന്നെ ഇതിടുന്നതിന് എന്താ പറയാ 10ൽ 6 മാർക്കോ അങ്ങനെയൊക്കെയാ മാർക്ക് കിട്ടുന്നത്. ഇത്തവണ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് കൺഫ്യൂഷൻസ് വന്ന് തെറ്റിച്ചതായിരിക്കാനാ ചാൻസ്. ആൾക്ക് നല്ല കൺഫ്യൂഷൻസിന്റെ, ആൾക്ക് അറിയാത്തതിന്റെ പ്രശ്നമല്ല, ആൾക്ക് നല്ല കൺഫ്യൂഷൻ ഉള്ള കൂട്ടത്തില. അത് ശരിയാ. അത് വലിയൊരു പ്രശ്നമാണ്. അതാണ് സ്കോർ കുറയ്ക്കുന്നത്. അല്ലാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആള് അതുപോലെ ഹൃഷികേഷ് അങ്ങനെ കുറച്ചു പേരുണ്ട്, അവരെപ്പോഴും ആൻസേഴ്സ് പറയുന്ന കുട്ടികളാ. അപ്പോ അപ്പോഴറിയുന്നുണ്ട് എക്സാമിന് വരുമ്പോ മറ്റവരുടെ സ്കോർ കമ്പയർ ചെയ്യുമ്പോൾ ലിയോന്റെ കുറവാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ആൾക്ക് അറിയാം, പക്ഷെ ആ ടെൻഷനും ലൈക്ക് ഇതായിരിക്കും എന്നുള്ള ഒരു ശ്രദ്ധയിൽ കുറയുന്നതാണ് സ്കോർ. അത് ശരി. പക്ഷേ അങ്ങനെ ഇപ്പൊ ഞാൻ ഈ 90+ ചേർത്തത് തന്നെ അവൻ അങ്ങനെ ഒരു അത് പ്രോബ്ലം ഉള്ളത് കൊണ്ടാ. എന്ന് പറഞ്ഞാൽ അവനെ സ്കൂളിലും ക്ലാസ്സിലും എല്ലാം എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകളിലും എല്ലാ ടീച്ചർമാർ പറയുന്നത് അവൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയെ നല്ലോണം, പക്ഷെ പേപ്പർ കയറുന്ന തന്നെ ഒരു സാധനം കാണത്തില്ല. അതാണ് അവന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അത് പക്ഷെ ശരിയായി വരാൻ ചാൻസസ് ഉണ്ട്. അവനെ അവൻ ഈ പഠിച്ചു വളർന്നത് മൊത്തം ഈ ഡൽഹിയിലാ. അവൻ ഈ ഒരു 6ാം ക്ലാസ് മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അവന്റെ പഠനമേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. അവൻ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറിയത്തില്ല, എന്താ ഈ പറയുന്നേ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന് ഭയങ്കര അതാണ്. എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെ 90+ വന്നു. കുഴപ്പമില്ല, ഇവിടെ ആൾ പെർഫോം ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ടെൻഷനിലും ആ സ്പീഡ്നെസ്സിലും ആണ് ആ മാർക്ക് കുറയുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആൾക്ക് ചോദിക്കുമ്പോൾ ആൻസേഴ്സ് അറിയുന്നുണ്ട്, കൂളായിട്ട് ആൻസർ പറയുന്നുണ്ട്. സോ മേ ബി അതായിരിക്കാനാണ് ചാൻസ്. സോ അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെയാണ് അത് പോകത്തുള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാൽ മതി. പിന്നെ എല്ലാം എന്താ പറയുന്നത്, ഇവിടെ തരുന്ന ക്വസ്റ്റ്യനുകള്, അതുപോലെ നിങ്ങളുടെ വർക്ക്, അതുപോലെ എന്ത് പറയുന്നത് മെറ്റീരിയൽസോ, അതൊക്കെ എല്ലാം ഇവിടെ നിന്ന് പഠിക്കുകയും അത് എല്ലാം ചെയ്യുന്നുണ്ട്. അവനെ ഇൻട്രസ്റ്റഡ് ആ പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇതിനകത്തോട്ട് വരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, ക്ലിയർ ആവുമായിരിക്കും. ഓക്കെ. So yes, students, once ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് എന്ന് പറയാതെ നിങ്ങൾ ലീവ് ചെയ്യരുത് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ. സോ യെസ് ഇവിടെ 32 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് എല്ലാവരും ലീവ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇങ്ങനെയാണ് ക്ലാസ് ടീച്ചറോട് ചെയ്യേണ്ടത്. യെസ്, ഇങ്ങനെയല്ല 8 PM. Just give me a minute, okay? Let me complete it. Yes. വൺസ് ഞാൻ ലീവ് എന്ന് പറയാതെ നിങ്ങൾ ലീവ് ചെയ്യരുത്. ഓക്കെ, അതാണ് നമ്മൾക്ക്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാതെ ഞാൻ ലീവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് കയറാൻ പറ്റും? ഇല്ലല്ലോ. സോ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. ഓക്കെ, ഇവിടുത്തെ കുറെ പേര് പോയിട്ടുണ്ട്, അവരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. സോ യെസ്, ഐ തിങ്ക് ഇന്നത്തെ വർക്ക്ഔട്ട് സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. യെസ്, ഋഷികേഷ്, ഈസ് ദാറ്റ് ക്ലിയർ ടു യു? പ്രിൻസ്, അഭിമന്യു, അദിബ്യ, അനന്യ? Yes, I think everyone clear ആണ്. ലിയോണിന് ക്ലിയർ അല്ലേ? Yes, doubt ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? So tomorrow we will see with a new topic. Tomorrow means at Monday we will see with a new topic. So yes, so practice well, and at the end of the concept 3 we will be having a written exam. Okay, so be prepared for that also. So we will see in the next class. Goodbye. Bye bye.